അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, നമ്മുടെ സുഹരി ഉസ്താദ് ആലപ്പുഴ സോഷ്യൽ മീഡിയയിൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് വളരെയധികം സങ്കടത്തോടു കൂടി ചില കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം മുജാഹിദ് ബാലുശ്ശേരിയുടെ അപക്വമായ ഈ സംസാരങ്ങളെ, ഇടപെടലിനെ നിയന്ത്രിക്കുവാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയും ബാലുശ്ശേരി പറഞ്ഞ അബദ്ധമായ ചില കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് ഇതുവരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊരു മറുപടിയെങ്കിലും ഇതിൽ പറയണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആ വിഷയത്തിൽ ഒന്ന് ഇടപെടണമെന്നും പ്രതികരിക്കണമെന്നും തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള കാരണം. നമുക്ക് ആദ്യം സുഹരി ഉസ്താദ് ആലപ്പുഴയുടെ ആ വീഡിയോയും അദ്ദേഹത്തിന്റെ പ്രതികരണവും അദ്ദേഹം കാണിച്ച ബാലുശ്ശേരിയുടെ വീഡിയോയിലെ സംസാരവും ഒന്ന് കേൾക്കാം. ഞാൻ ഒന്നുകൂടി പറയട്ടോ, അതെന്താന്ന് വെച്ചാൽ ആദം നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുശ്രിക്കുകളും മുഅ്മിനുകളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ, അവർ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാവരുടെ കുഫറും, കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വെച്ചാൽ സമസ്തയുടെ കുഫർ കനന്തൂവും. ഇവരുടെ എല്ലാവരുടെ കുഫറും അതിൻ്റെ താഴെയാണ്, ഇവരുടെ കുഫർ അതിൻ്റെ മേലെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു, ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. മാനവ ചരിത്രത്തിൽ സമസ്തക്കാരെ പോലെ ശിർക്കും കുഫറും ചെയ്ത ഒരു വിഭാഗം കഴിഞ്ഞു പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഫിറോനേക്കാളും കാറൂനേക്കാളും ഹാമാനേക്കാളും ഒക്കെ കടുത്ത ഷിർക്ക് ചെയ്ത അവരുടെ ഷിർക്ക് ഒരു തുലാസിൽ വെക്കുമ്പോൾ മറുതുലാസിൽ കേരളത്തിലെ മുഖ്യധാര മുസ്ലിമീങ്ങളായ സമസ്തക്കാർ സംഘടനക്കതീതമായി നിൽക്കുന്നവരാണെങ്കിൽ പോലും കേരളത്തിലെ മുഖ്യധാര മുസ്ലിമീങ്ങൾ മുഴുവനും സമസ്തയുടെ ആദർശ വഴിത്താലിലൂടെ നീങ്ങുന്നവരാണ്. അവരുടെ പ്രവർത്തനങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഷിർക്കും കുഫറും ഒരു തുലാസിൽ വെച്ചാൽ കനം തൂങ്ങുന്ന സമസ്തക്കാരുടേതായിരിക്കും. ഫിറഔനും കാറൂനും ഹാമാനും ഒക്കെ നമ്മുടെയൊക്കെ ശേഷം, നമ്മുടെയൊക്കെ ബാക്കിലായിരിക്കും, നമ്മൾക്കാണ് 1ാം സ്ഥാനം എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. ഷിർക്കിലേക്കും കുഫറിലേക്കും പോയ ആളുകളുടെ മുഴുവൻ കുഫറും ഷിർക്കും ഒരു തുലാസിലും, സമസ്തയുടെ ഷിർക്ക് ഒരു തുലാസിലും വെച്ചാൽ സമസ്തയുടെ ഷിർക്കായിരിക്കും കനം തൂങ്ങുക. അത്രത്തോളം വലിയ ഷിർക്കിലേക്കും കുഫറിലേക്കും പോയവരാണ്. ഇവരോളം വഴിതെറ്റിയ ഒരു സമൂഹം വേറെ ഇല്ല എന്ന് അദ്ദേഹം പ്രതികരിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ ഗവേഷണമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ചുണ്ടും ഒരു നാവും നൽകിയത് തൊള്ളി തോന്നിയത് പറയാനല്ല, വൈകാരിക ജീവിയായി മാറാനല്ല എന്ന് മുജാഹിദ് ബാലുശ്ശേരിയോടും ഈ മുജാഹിദ് ബാലുശ്ശേരിയെ നിയന്ത്രണമില്ലാതെ കയറൂരി വിടുന്ന, അവൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായ, അഥവാ വിസ്ഡം ഗ്ലോബൽ മിഷൻ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന്, മാതൃസംഘടനയിൽ നിന്ന് പുറത്താക്കിയ ആ വിഭാഗത്തിന്റെ നേതാവായ PN അബ്ദുൽ ലത്തീഫ് മദനിയോടും TK അഷ്റഫിനോടും അവരുടെ പണ്ഡിതന്മാരോടും നേതാക്കന്മാരോടും ഒക്കെ ചോദിക്കുകയാണ്, ഇവന്റെ തൊള്ള ഒന്ന് തുന്നിക്കെട്ടാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ലേ എന്ന്. ഒരു പ്രവാചകൻ ഒരു സമൂഹത്തോട് ചോദിച്ചില്ലേ, അലൈക്ക് റജുലുൻ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ റഷീദായ ഒരു മനുഷ്യനില്ലേ? നട്ടലിന് പകരം ഒരു വായനാരെങ്കിലും വെച്ചുകൊണ്ട് ഉയർത്തിപ്പിടിക്കാൻ ഈ ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിന് നേരെ ഇത്രത്തോളം
ആക്ഷേപങ്ങളും നിയമത്തിന്റെ നൂലാമാലകളും വെൽ പ്ലാനിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആദർശം പറയുക, വളരെ ലളിതമായ രൂപത്തിൽ ആശയ സംവാദങ്ങൾ നടത്തുക എന്നതിനപ്പുറം ഇങ്ങനെ ഇസ്ലാമിക സൊസൈറ്റിയിൽ, മുസ്ലിം സൊസൈറ്റിയിലുള്ള സമസ്ത വിഭാഗത്തെ അല്ലെങ്കിൽ അതിൻ്റെ ആളുകളെ ഈ രൂപത്തിൽ പരുഷമായ ശൈലി ഉപയോഗിച്ച് സംസാരിക്കുന്ന ഇവനെ എന്തുകൊണ്ടാണ് ഈ വിസ്റ്റംകാർ നിയന്ത്രിക്കാത്തത് എന്ന് നമ്മൾ ആലോചിച്ചു പോവുകയാണ്. അതിന്റെ അർത്ഥം സമസ്തക്കാർ ശിർക്കിലല്ലാന്നോ, അവർ ശിർക്കിന് വിശ്വാസം പ്രചരിപ്പിക്കുന്നില്ല എന്നോ, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തുമായി പല വിഷയങ്ങളും ഒരു പുലബന്ധം പോലും ഇല്ല എന്നുമുള്ളതെല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാം. അതിനൊക്കെ എതിരെ ആരോഗ്യകരമായ രൂപത്തിൽ നമ്മൾ മുഖാമുഖങ്ങളും ഖണ്ഡന പ്രഭാഷണങ്ങളും പൊതുപ്രഭാഷണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയുള്ള അത്തരത്തിലുള്ള ദഅവത്തുകളും എല്ലാം നിർവഹിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ ഒരു ചെമ്പ് ബിരിയാണിയിൽ ഒരു തുള്ളി മണ്ണെണ്ണ എന്നതുപോലെ അതിനെ എല്ലാം കളഞ്ഞു കുളിക്കുന്ന ഏതെങ്കിലും ഒരു സമസ്തക്കാരന് ഇതൊക്കെ ഒന്ന് കേട്ട് ചിന്തിച്ച് മടങ്ങി വരണമെന്ന് തോന്നിയാൽ അവൻ വരെ ഈ പ്രസ്ഥാനത്തിനെ കുറിച്ചോ ഇത് പറയുന്ന ആദർശത്തെ കുറിച്ചോ കേൾക്കാത്ത വിധം അവന്റെ ഇരു കാതുകളും അടച്ചവൻ ഓടിപ്പോകുന്ന തരത്തിലുള്ള അവിവേകമാണ്, അപക്വമായ ഇടപെടലാണ് ഈ വൈകാരിജീവിയായ മുജാഹിദ് ബാലുശ്ശേരിയുടെ നാവിലൂടെ വന്നിട്ടുള്ളത്. ഇതിനെ സുഹരി ഉസ്താദ് പ്രതികരിക്കുന്ന രീതി നിങ്ങളൊന്ന് കേൾക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണം അതിശയോക്തിയുള്ള ഒന്നേയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭൂതകാല പ്രഭാഷണങ്ങൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം കൊണ്ട് നടക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ വൈകാരികതയുടെ, അസഹിഷ്ണുതയുടെ ഇസ്ലാമാണെന്ന് ആർക്കറിയാൻ വയ്യാത്തത്? അദ്ദേഹത്തിൻ്റെ ഭൂതകാല പ്രഭാഷണങ്ങളൊന്നാണ് സമസ്തക്കാർ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്ത് ധരിക്കണം. ആ പ്രഭാഷണം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് സംഘപരിവാറുകാരാണ്. ഒരു മുസ്ലിമിൻ്റെ മനസ്സാക്ഷി എന്താണ് എന്ന് സംഘപരിവാറുകാർ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ബാലുശ്ശേരിയുടെ പ്രഭാഷണമാണ് ഉപയോഗപ്പെടുത്താറുള്ളത്. അതൊക്കെ വളരെ സത്യമാണ്. അത് എ പി വിഭാഗത്തിൽപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരു സുഹരി ഉസ്താദാണ് പറഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് തള്ളിക്കളയേണ്ട ആവശ്യമല്ല. അപക്വമായ രൂപത്തിൽ ഇടപെടുന്ന വൈകാരിക ജീവിയാണ് ഈ മുജാഹിദ് എന്ന് ഓനെ കുറിച്ച് പറയാൻ പറ്റില്ല, ബാലുശ്ശേരി മൗലവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെള്ളിക്കോലുമ വെള്ളിയില്ലാത്ത പോലെയാണ് മുജാഹിദ് എന്ന പേര് ബാലുശ്ശേരിനെ പറ്റി നിങ്ങളൊക്കെ പറയുകയാണെങ്കിലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് കൃത്യമായി തെളിവുള്ള ഒരു വിഷയമാണെന്ത്, ഈ 60 അമ്പലങ്ങളിലൊക്കെ തൗഹീദും പറഞ്ഞ് നാട് നീള തൗഹീദി പ്രഭാഷണം നടത്തുന്ന മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. പക്ഷെ അദ്ദേഹം നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ ബേസ് ശിർക്കൻ വിശ്വാസമാണ്. ആ ശിർക്കൻ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന വിഭാഗമാണ്. 2, ഈ വിശ്വാസത്തിലൂടെ ജിന്ന് പിശാചുക്കളുമായി ബന്ധപ്പെട്ട് അതിരുകടന്ന വിശ്വാസം നിലനിർത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും, പുത്തനത്താണിയിൽ അദ്ദേഹം ഉണ്ടാക്കിയ വീട്ടിൽ പോലും വിശ്വത്തിന്റെ വനിതാ വിഭാഗത്തിൽപ്പെട്ട ആശറ ഇത്ത എന്ന് പറയുന്ന ഒരു ചികിത്സാരിയെ, സ്ത്രീയെ കൊണ്ടുവന്ന്, എന്നെയും കൊണ്ടുവന്ന് ചികിത്സ നടത്തിയിട്ടുണ്ട്. ബാലുശ്ശേരി അല്ല നടത്തിയത്, ആരിസ് കായക്കൊടിയുടെ കെയർ ഓഫിൽ വന്ന ഒരു ഫാമിലിക്ക് വേണ്ടിയാണ്. പക്ഷേ ആ ഫാമിലിയിലുണ്ടായ ചികിത്സയിലുണ്ടായ ചില ഇഷ്യൂസ്, അതില് മുജാഹിദ് ബാലുശ്ശേരി വരികയും ഇടപെടുകയും ആ കുടുംബത്തിനോട് അദ്ദേഹം ആ വിഷയത്തിൽ അവരുടെ ആശങ്ക പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്ത് ഈ വിശ്വത്തിന്റെ വനിതാ വിഭാഗത്തിൽപ്പെട്ട ജന്യ ചികിത്സയായ ആശറ ഇത്തയോടും അവരുടെ ഭർത്താവിനോടും ഫോണിൽ 10-14 മിനിറ്റ് സംസാരിക്കുകയും ആ സംസാരത്തിനിടയിൽ നിങ്ങളുടെ വീട്ടിനകത്ത് സിഹറുണ്ട് എന്നും ആ സിഹർ ആര് വെച്ചതാണെന്ന് ചോദിച്ചപ്പോൾ ഞാനല്ല, എനിക്കറിയില്ല, എന്നാൽ അത് ആശാരി വെച്ചപ്പോൾ കട്ടിലടിയിൽ വെച്ച വല്ല വസ്തുക്കളായിരിക്കും, എന്നാൽ അത് ഞാൻ കശ്ഫിലൂടെ കാണുകയും അത് ആയത്തുകൾ ഓതി കരിച്ച് ബാത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും, ഈ രൂപത്തിൽ സിഹർ ഉള്ളത് കൊണ്ടായിരിക്കാം വീട് വിൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടും തടസ്സങ്ങൾ ഉണ്ടായത് എന്ന് ബാലുശ്ശേരി
തിരിച്ചു പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പിന്നീട് ഇത് വാങ്ങിയത് ഹാരിസ് കായക്കുടിയാണത്രേ. ഹാരിസ് കായക്കുടി ആ വീട് ഒന്ന് ശുദ്ധീകരണം നടത്താൻ വേണ്ടി ഒന്ന് റുഖിയ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ആശ്രായത്തെ വിളിച്ചതായും ആ സ്ത്രീ തന്നെ വ്യക്തമായി പറഞ്ഞത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി സാജിദ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സാജിദ്. ആ സാജിദ് തിരുരങ്ങാടി ഇവരുടെ ഏറ്റവും ടോപ്പ് പണ്ഡിതനായ ആ പണ്ഡിത സഭയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാള് ഇവരുടെ ജാമിയ ഹിന്ദിയിൽ വെച്ച് പഠിപ്പിക്കുന്നത് ഷിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുന്ന കാര്യങ്ങളാണ്. അഥവാ എങ്ങനെയാണ് കശിഫ് നടത്തുക എന്നതാണ് പഠിപ്പിക്കുന്നത്. 14 കേട്ടോ, നമ്പർ 14 ഒന്ന് കേൾപ്പിച്ചു. അതിന്റെ ഏറ്റവും വലിയ റൈസാണല്ലോ ഞാൻ ഫൈസൽ മുസ്ലിയാർ അല്ലേ. ഞങ്ങൾക്ക് എനിക്ക് കശ്മിന്റെ ഫസ്റ്റ് കശ്മിന്റെ ക്ലാസ് ഞങ്ങൾക്ക് എടുത്തതാണ് മുമ്പരാ. നിങ്ങൾ ജാമ്യ സ്ഥലത്തിൽ ജാമ്യനെ കുട്ടികളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളപ്പുറത്ത് റാലി മീറ്റിൽ വന്ന് പങ്കെടുത്ത ആൾക്കാരോട് ചോദിക്കണ്ടേ. ഇൽഹാമ്, റുഹിയ, കശ്ഫ് കലാമത്തിന്റെ ഭാവമാണ്. എന്നിട്ട് ഷാഫി മാമന്റെ കശ്ഫും മാലിക് മാമന്റെ കശ്ഫും പറഞ്ഞ് പഠിപ്പിച്ചത് ചിരിക്കരുത്. ഞങ്ങള് അത്ഭുതം കൂടിയിട്ട് അങ്ങനെ തന്നെയാണ് പിന്നീട് എന്ത് പറഞ്ഞത് ആളായ ജിന്നിനോട് ആ ജിന്നിന്റെ കയ്യിൽ പറ്റി ചോദിച്ച ശിർക്കല്ല. അതുകൊണ്ട് റുഖിയയുടെ വിഷയത്തിൽ ശരീരത്തിൽ ശൈത്താൻ ആളായാൽ ആ ആളായ സമയത്ത് മധുരമായ രോഗിയെ സഹായിക്കാൻ തൗഹീദുള്ള നിയ്യത്തിൽ, അഥവാ ശിർക്ക് മോലിയാർ ചോദിച്ചാലും പണിക്കൽ ചോദിച്ചാലും ശിർക്ക് എന്താ ആളായ ശൈത്താനോട് ഓൻ ശിർക്കിലാണോ, നമ്മൾ തൗഹീദിലാണ്, നമ്മൾ സലഫിയത്തിലാണ്. അതുകൊണ്ട് സലഫിയത്തിലുള്ള റാക്കിമാര് ആ നിയ്യത്തിൽ ആളായ ജിന്നിനോട് ചോദിച്ചാൽ അത് ഒറ്റയ്ക്ക് ശിർക്കാന്ന് പറയാൻ പറ്റില്ല. ഇന്നവരെ ആരും ചെയ്യാൻ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ പറ്റുള്ളൂ എന്നാ ഞങ്ങൾ പഠിപ്പിച്ചു. കേട്ടല്ലോ. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സാജിദ് തിരൂരങ്ങാടി ഇപ്പൊ അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തേടിയപ്പോൾ അവിടെ നടക്കുന്ന കള്ളികളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. റാക്കിമാരെയും റാക്കിച്ചിമാരെയൊക്കെ ഉണ്ടാക്കി ജിന്നടിച്ചിറക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നതാണ്. ബാലുശ്ശേരി താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് പുത്തനത്താണിയിൽ വെച്ച് കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പരസ്യമായിട്ട് യൂട്യൂബിൽ ഇയാളുടെ പരിപാടി എമ്പാടും കിട്ടും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അപ്പൊ ഇനി എനിക്ക് സംശയമുണ്ട്, നിങ്ങളുടെ പിന്നെ പെണ്ണുങ്ങൾക്കുള്ള കേന്ദ്രം ഉണ്ടല്ലോ പാണക്കാട് അടുത്ത്, അവിടെ റാക്കിച്ചികൾക്ക് ഇങ്ങനെ കശ്ഫ് പഠിപ്പിച്ചു കൊടുക്കലുണ്ട്. നിങ്ങൾ വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും എതിരായിട്ടുള്ള ഷിർക്കിലും കുഫറിലും അധിഷ്ഠിതമായ ഈ കശ്ഫ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്? മറുപടി പറയണം. അപ്പോൾ ടി കെ അഷ്റഫ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് മറുപടി പറയാൻ പറ്റിയ ആളുകളെ പറഞ്ഞയക്കണം. ബിനാമികളെ പറഞ്ഞയക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും വെറുതെ തുന്നിയിട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ മറ്റേ നേരെ ഇവര് അങ്ങനെ അവിടെ നിങ്ങൾ റുക്കിയ ചെയ്തു കഴിഞ്ഞ് ആ സിഹർ ഇളക്കിയപ്പോ ആൾക്ക് അറിയാലോ റംലാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു ശരിക്ക്. നമ്മൾ ആ ഫാമിലിയും അവരും മുജാഹിദ് തന്നെയാണല്ലേ. അവര് വിസ്ഡമിന്റെ ആളുകൾ തന്നെ, വിസ്ഡമിന്റെ സജീവ ആളുകൾ. അവര് ആ പെൺകൊച്ചുണ്ടല്ലോ പക്കാ ദീനിയായ കുട്ടിയാട്ടോ. അതെ അതെ അതെ, മാഷാഅല്ലാ മാഷാഅല്ലാ. അല്ല അപ്പൊ അങ്ങനെ അവര് അങ്ങനെ റംലാൻ എന്ന ക്യാരക്ടർ ഹാജറായി. അപ്പൊ ഞാൻ സിഹറിന്റെ മരുന്ന് കൊടുത്തു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ സിംറ്റംസ് ആയിട്ട് വരുമല്ലോ ശരീരത്തിൽ ആ ബ്ലഡ് ഇല്ലേ, ബ്ലഡ് അല്ല സിഹർ ബ്ലഡ് കളറിലായിട്ട് വരുമല്ലോ. അത് വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോ ഡോക്ടർമാരെല്ലാം ചെക്കപ്പ് ചെയ്തപ്പോ കുഴപ്പമില്ല. അപ്പൊ ബാലുശ്ശേരി അവിടെ പോയായിരുന്നു. സാറ് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ, കാരണം ഇവര് മുജാഹിദ് ആണ് എന്നാലും ഈ ഓരോരുത്തർ പല രീതിയിൽ ആൾക്കാരും ഉണ്ടല്ലോ. അപ്പൊ ഉസ്താദ് തന്നെ അവിടെ പോയിട്ട് പറഞ്ഞു എന്താണ് അവര് ചെയ്തതാണ് ചെയ്തത്. പിന്നെ സിഗർ ഇളക്കുമ്പോ ഇങ്ങനെ ഓരോ സിംറ്റംസ് വരും. പിശാച് പോകുമ്പോ പോവുള്ളൂ. അപ്പൊ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പേടിച്ചു. അല്ല അവര് പേടിച്ചതല്ല, അങ്ങനല്ല. അന്നാകെ കുട്ടി പറ്റ ഡിപ്രഷൻ കാണിച്ചു, മുടിയൊക്കെ വലിച്ച് ചുമരിലടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആശുപത്രി കൊണ്ടുപോയി. അല്ല എന്നിട്ട് അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോയും ചെയ്ത് വേഗം, പിന്നെ നിങ്ങൾ ഫാമിലി പെട്ടെന്ന് പോയും ചെയ്ത് അവരെ പിന്നെ ഒരു 10 ദിവസം പോലെ ആശുപത്രിയിൽ 10,000 രൂപ ചിലവായി എന്നൊക്കെ പറയുന്നോടല്ലേ. പൈസയുടെ കാര്യമൊക്കെ സത്യമാണ്. ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ അന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെന്താ പറയാ നമുക്കറിയില്ല. അവര് എല്ലാവരും നല്ല കോണ്ടാക്ട് ആയിരുന്നു. പിന്നെ ആ പെണ്ണ് എന്നെ വിളിച്ചു ഇതൊക്കെ മാറിയിട്ട് ഈ സിഹറിന്റേത്. അതിന്റെ സിംറ്റംസ് എന്താണെന്നറിയാമോ? ശരിക്കും പറഞ്ഞ സിംറ്റംസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണല്ലോ. ഞാൻ ധൈര്യമായിട്ട് അന്ന് നിന്നോന്ന് വെച്ച് കഴിഞ്ഞാല് സിഹർ കൊടുക്കുമ്പോ അവരോട് നമ്മൾ പറഞ്ഞു. കാരണം മെഡിസിൻ കൊടുക്കുമ്പോ അത് പല രീതിയിലാണ് റിയാക്ട് ചെയ്യണത്. 100 സ്ഥലത്ത് നമ്മൾ ചെയ്യണ പോലെയല്ല, ഒരു സ്ഥലത്ത് ചിലപ്പോ വേറെ രീതിയിൽ റിയാക്ട് ചെയ്യും. പക്ഷെ അതിന് തരണം ചെയ്യാൻ
ചെയ്യാനുള്ള കഴിവ് വേണം. അതെ 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 അതിപ്പോ ആ സിഹർ ഇളകി കഴിഞ്ഞപ്പോ ആ പെണ്ണെന്ന് പറഞ്ഞ മന്ത്രവാദി പെണ്ണാ സിഹർ ചെയ്ത പെണ്ണ്. അതെ അതെ അതെ. അപ്പൊ അവൾ അതിന്റെ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ട് അവള് പോയത്. അത് നമ്മളെ ഇളക്കിയതിന്റെ ചെറിയൊരു പ്രയാസം. ആരിസ് കായക്കൊടി ഉസ്താദിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ലില്ല, അയാൾ അതിന് പിന്നെ ബാലുശ്ശേരി എന്നെ വിളിച്ചു കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് ബാലുശ്ശേരി എന്നെ വിളിച്ചു, ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചു. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ സിഹർ ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ വീട് എങ്ങനെ പണിതേന്ന് ചോദിച്ചു അന്ന്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇല്ല ഞാൻ പണിയിപ്പിച്ച വേറെ ഒരു ടീമിനെ കൊണ്ടാണ്, ഒരു ആശാരി ആൾക്കാരെ കൊണ്ട്. അവരെന്താ വെച്ചേന്ന് എനിക്കറിയില്ല. പിന്നെ അതൊരു ഉസ്താദിന് ആ വീട് വിൽക്കേണ്ട ഗതിയോടും വന്നല്ലോ. മുജാഹിദ് ബാലുശ്ശേരിന്റെ വീട് അതൊക്കെ ശരിക്കും പൈശാചിക അല്ല, അത് ശരിക്കും സിഹറും പൈശാചിക ചെറാണെന്ന് ബാലുശ്ശേരിക്ക് മനസ്സിലായി. വീടായിരുന്നു, ബാലുശ്ശേരിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ എന്നെ വിളിച്ചത്. അയാൾ നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഒരു പെണ്ണുങ്ങളെ വിളിച്ച് സംസാരിക്കുന്ന ആളല്ല. ശരിയാണ് ശരിയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, എനിക്കത് കിട്ടി അത് നിങ്ങൾ വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷെ ഞാൻ ഞാൻ എന്തായാലും ഒന്നും വെച്ചിട്ടില്ല. ആളെന്തായാലും അത് പണിതപ്പോ ഒന്നും അതിന്റെ അടിയിൽ വെച്ചിട്ടില്ല. ഇത് വേറെ ആശാരി ചെയ്ത പണിയാണ്, അപ്പൊ അങ്ങനെ സംഭവിച്ചാണെന്ന് പറഞ്ഞു. പിന്നെ ആരിസ് എന്നെ വിളിച്ചായിരുന്നു. ആരിസിന് അന്ന് ഇതുപോലെ പ്രയാസം. ആരിസല്ല ആ വീട് മേടിച്ചത്. അവരെ വീട് മേടിച്ചത് ആരിസാണ് ഇവർക്ക് വാടകയ്ക്ക്. ആരിസിനെ ആ വീട് വാങ്ങിയിട്ട് ആരിസ് കാക്കയുടെ ഉസ്താദിന് ഈ പ്രയാസം പൈശാചിക പ്രയാസം ഉണ്ടായോ? ഉണ്ടായി, ആർക്കും ഉണ്ടായി. അതിനാ പിന്നെ ആരിസ് എന്നെ വിളിച്ചത്. എന്നിട്ട് എന്താ പറഞ്ഞ റുക്കിയ? അപ്പൊ ഇങ്ങനെ റുക്കിയ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവർക്കൊക്കെ ഇവര് പണ്ഡിതന്മാരില്ല, ഇവര് തന്നെ ചെയ്താൽ മതിയല്ലോ. സത്യമാണ്. നമ്മൾ പോയി ചെയ്തു കൊടുക്കണം. ഞാൻ സത്യത്തിന് നിങ്ങൾ തന്നെ. അപ്പൊ ഇത്രത്തോളം 60 അമ്പലങ്ങളിൽ തൗഹീദ് പറഞ്ഞിട്ടും സ്വന്തം വീടും സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ട ഒരു തവക്കുൽ, ഒരു അമ്ന്, നിർഭയത്വം, അത് സ്വന്തം കാര്യത്തിലില്ലാതെ അവിടെ പിശാചും സിഹറും ഒക്കെ ഭയപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന അന്ധവിശ്വാസം ഹൃദയത്തിൽ വെച്ചു പുലർത്തിയ ഈ മനുഷ്യൻ എത്ര തൗഹീദ് പറഞ്ഞാലും ചിലപ്പോൾ ആളുകൾക്കൊക്കെ അത് മാഷാ അല്ലാഹ് ഉപകാരപ്പെട്ടേക്കാം, ഒരു മാറിയേക്കാം. പക്ഷേ ഈ നിലപാടിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി ഈ അബദ്ധ വിശ്വാസവും ഈ ശിർക്കൻ കാഴ്ചപ്പാടും ഒഴിവാക്കാതെ നിങ്ങൾ എത്ര തൗഹീദി പ്രബോധനങ്ങൾക്ക് വന്നിട്ടും കാര്യമില്ല. ഞങ്ങളെപ്പോലെയുള്ളവരും എല്ലാവരും നിങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചു കൊണ്ടിരിക്കും. അത് ഒരിക്കലും ഹൈർ മുടക്കല്ല, നിങ്ങളെ ദഅവത്ത് മുടക്കല്ല. അതുകൊണ്ട് നമുക്ക് പരലോകത്ത് വല്ല കുറ്റവും ശിക്ഷയും കിട്ടുമോ എന്ന് എനിക്കൊരു പേടിയില്ല. ഇത് കേൾക്കുന്നവരും അത് പ്രൊമോട്ട് ചെയ്യുന്നവരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ നിലപാട് അതാണ്, അത് വ്യക്തമായി അറിഞ്ഞൊരാളാണ്. അപ്പോ ഈ മുജാഹിദ് ബാലുശ്ശേരി ഇതിനു മുമ്പും സമസ്തക്കാരായ മുസ്ലിയാക്കന്മാരെ പറ്റിയും സമസ്ത പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ ഇതിനേക്കാൾ അപ്പുറം പറഞ്ഞിട്ടുണ്ട്. അത് സത്യം പറഞ്ഞ സ്റ്റേജിൽ ഇരുന്നോണ്ടാ പറയുന്നത്, ഒറ്റടിക്ക് ചെവിക്കുറ്റി ഞാൻ പൊട്ടിച്ചു കാണും, പിന്നെ അവന്റെ ചെവി ഉണ്ടാവില്ല. പക്ഷെ ഓനൊക്കെ ജീവിക്കും സമസ്തയില്. ആ പകരയുടെ ലേറ്റസ്റ്റ് പ്രസംഗങ്ങളിൽ ഒന്ന് ഞാൻ സത്യം നേർക്കുനേരെ ആൾ കണ്ടിട്ടില്ല. കണ്ടാൽ ഞാൻ അടിക്കും. ഏത് ജയിലിൽ പോയി കിടന്നു അയാളെ കണ്ടാൽ ഞാൻ അടിക്കും. ചെവിക്ക് നോക്കിയടിക്കും. ചെവിയിൽ മരിക്കുന്നവരെ അവച്ച ഉണ്ടാവും ചെയ്യും. നിങ്ങളൊക്കെ ജാഗ്രത പുലർത്തണം. ഞാൻ പറയുന്നു, RSSന്റെ നേരൊക്കെ ഇങ്ങനെ കുതിര കയറുന്ന പോപ്പുലർ ഫ്രണ്ടിനോടൊക്കെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ മൊയ്ലിയാമാരെ ചങ്ങലക്കിടിക്കും. മുസ്ലിങ്ങൾ രക്ഷപ്പെടും. RSS കുത്തിയ സ്വർഗം കിട്ടും. മൊയ്ലിയാർ കുത്തിയ നരകത്തിലാ. മൊയ്ലിയാർ ആദർശം സ്വീകരിച്ച നരകത്തിലാ. RSSനോട് ഏറ്റുമുട്ടിയ ചിലപ്പോ സ്വർഗം കിട്ടും ഈമാനുണ്ടെങ്കിൽ. ഓലൊരു പണ്ടത്ത് കത്തിയേറ്റി കുടല് വലിച്ചു കഴിഞ്ഞാലേ ഷഹീദിന്റെ കൂലി കിട്ടും. ഒരു മൊയ്ലിയാരെ തോളിൽ കൈയച്ച് ജീവിച്ച നരക. ഞാൻ ഈ NDF-കാരോടൊക്കെ, നിങ്ങൾ ഈ RSSനെ കൈകാര്യം ചെയ്യുന്ന മൊയ്ലിയന്മാരെ ചങ്ങലക്കിടുക. വെറും ചെയ്യരുത്, കൊല്ലിയും പിടിക്കുകയും ചെയ്യരുത്. ചങ്ങലക്കിടുക, മരിക്കുന്നവരെ തിന്നാനാണ് കൊടുക്കുക. എത്രയോ മനുഷ്യന്മാർ രക്ഷപ്പെടും. ചങ്ങലക്കിട്ടുക മതി, കെട്ടയച്ചുകൂടെ. ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട് ഇവിടെ, വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ പറയുന്നു, ഈ മർക്കസു സക്കാഫത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാഫി പട്ട് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ ഈ കേരളം. ഗ്യാരണ്ടിയാണിത്. കാലഘട്ടത്തിന്റെ ചരിത്രത പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണം അതിശയോക്തിയുള്ള ഒന്നേ അല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭൂതകാല പ്രഭാഷണങ്ങൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം കൊണ്ട് നടക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ വൈകാരികതയുടെ, അസഹിഷ്ണുതയുടെ ഇസ്ലാമാണെന്ന് ആർക്കറിയാൻ വയ്യാത്തത്. പ്രഭാഷണം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് സംഘപരിവാറുകാരാണ്. ഒരു മുസ്ലിമിൻ്റെ മനസാക്ഷി എന്താണ് എന്ന് സംഘപരിവാറുകാർ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ബാലുശ്ശേരിയുടെ പ്രഭാഷണമാണ് ഉപയോഗപ്പെടുത്താറുള്ളത്. ഇവരങ്ങള് 10 കൊല്ലം വീട്ടിൽ പൂട്ടിയിട്ടാൽ
10 കൊല്ലം കൊണ്ട് കേരളം ഇസ്ലാമിക രാഷ്ട്രമാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അപക്വമായ രീതിയിൽ ഈ ബഹുസ്വര സമൂഹത്തിൽ ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിൽ പലതും പറഞ്ഞു നടന്ന ഒരാളാണ്. മാത്രമല്ല, ഞാനുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞത്, ലോകത്ത് നിന്നെക്കാൾ വലിയ മുനാഫിക്കുകൾ വേറെയില്ല, നിന്നെ പോലെ വഴി തെറ്റിയവൻ ആരുമില്ല, അതുകൊണ്ട് നീ കദ്ദാബാണ്, നീ നീചനാണ്, നിന്ദ്യനാണ്, തോന്നിയാസിയാണ്, നിനക്കെതിരെ ഞാനും ഞങ്ങളുടെ പ്രസ്ഥാനവും സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, നിനക്കൊരു നല്ല മരണം പോലും കിട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജിന്നുകളോട് സഹായം തരുന്നത് മുത്തലക്കൻ ശിർക്കാണെന്നും വിസ്റ്റം എന്നെ പഠിപ്പിച്ച ഈ റുഖിയ ശറഈയുടെ മറവിൽ പഠിപ്പിച്ച ചികിത്സാ രീതികളും അതിന്റെ പ്രമാണങ്ങളുമൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിച്ചതല്ല, അത് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ തിരുത്തുന്നു. വിസ്റ്റത്തിന്റെ ചികിത്സാ രീതികൾ വിസ്റ്റം പഠിപ്പിച്ചതും സുന്നത്തിനെതിരായിരുന്നു, മന്ത്രവാദത്തിന് തുല്യമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ബാലുശ്ശേരിയിൽ നിന്നും സൈബർ പോരാളികളായ വിസ്റ്റത്തിന്റെ ആളുകളിൽ നിന്നും എത്ര തെറിയും മോശപ്പെട്ട വാക്കുകളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇരട്ട മുഖമാണ് നിനക്ക്, മനസ്സിലായില്ലേ? നീ മുനാഫിക്ക് അല്ലെങ്കിൽ ആകാശത്തിന്റെ വീട്ടിൽ മുനാഫിക്കുകൾ ഉണ്ടായിട്ടില്ല. നീ മുനാഫിക്ക് അല്ലെങ്കിൽ കടുത്ത നിലപാടാണ് നിന്നെ കുറിച്ച്. ഞാൻ പറയില്ലേ, നീ എനിക്ക് ആത്മമിത്രമായിരുന്നു, പക്ഷെ നീ ഇത്ര അതപ്പതിച്ച ആളാണെന്നും നിന്റെ മനസ്സ് ഇത്രേ ഉള്ളൂ എന്നും ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ പറയാണ്, നല്ലൊരു പതനം നിനക്ക് അള്ളാഹു തരണം. ഞങ്ങളൊക്കെ ദുആ ചെയ്യും, നിന്നെപ്പോലുള്ള ഒരാൾ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഭൂമിയിലെ ഷർറ്, കേട്ടോ? മനസ്സിലാക്കി. ബഹുമാനരായ സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടില്ലേ? ഈ വിസ്റ്റം ഗ്ലോബൽ ഇസ്ലാം മിഷൻ ഈ സമൂഹത്തിൽ മുജാഹിദ് കൈരളിയിൽ കൊണ്ടുവന്ന കുടുംബങ്ങളിൽ നിർഭയത്വം നഷ്ടപ്പെടുത്തിയ ഈ ചികിത്സാ രീതി തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അവരുടെ അറിവോടുകൂടി തന്നെ തന്ന ഫണ്ട് കൂടി ഉപയോഗിച്ചുണ്ടാക്കിയ പള്ളിയിൽ നിന്ന് ആ അടിച്ചറക്കൽ ചികിത്സ വരെ നിർത്തിയ എനിക്ക് പൂർണ്ണമായ പ്രാർത്ഥന കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും പിന്തുണ നൽകേണ്ട ആളുകൾ നേരെ മറിച്ച് പറയുകയാണെന്ത്, നിൻ്റെ നാശമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ത്വായിഫിൻ്റെ മരണാരണ്യത്തിൽ പിന്നെ സ്വന്തം ഉമ്മയുടെ കുടുംബക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ കല്ലെറിഞ്ഞാട്ടി അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകളിൽ നിന്ന് ധാരധാരയായി രക്തം വന്ന ഒരു ജൂതൻ്റെ ഈത്തപ്പന തോട്ടത്തിൽ അതോ മുന്തിരിത്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി പർവ്വതങ്ങളുടെ ചുമതലയുള്ള മലക്കിനെ കൊണ്ടുവന്നു. ആ മലക്ക് പർവ്വതം താങ്ങി നിർത്തിയിട്ട് ചോദിച്ചു, മുഹമ്മദ് നബിയെ, അള്ളാഹിൻ്റെ അനുമതി പ്രകാരമാണ് ഞാൻ വന്നിട്ടുള്ളത്, താങ്കൾ അവർക്കെതിരെ ഒരൊറ്റ ഓക്കെ പറഞ്ഞാൽ മതി, ഞാൻ ഇത് അവരുടെ മുഖത്തെറിയും, അവരുടെ മുതുകത്തിലൊന്ന് പറയും. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ അഗ്ഫിർ ലി ഖൗമി വ ഇന്നഹും ലാ യഅലമൂൻ. ഈ സംസ്കാരം പഠിക്കേണ്ട, അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട താങ്കളാണോ ഈ രൂപത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നീ സത്യം മനസ്സിലാക്കി പുറത്തു പറഞ്ഞു ഒരുത്തനെ ശപിക്കുന്നത്? ഹംസ റളിയല്ലാഹുവിൻ്റെ നെഞ്ചകം പുലർത്തി ആ കരൾ കടിച്ചു തുപ്പി അവയവങ്ങൾ കാതിലിട്ട് സംഹാരതാണ്ഡമാടിയ ഹിന്ദിന് മാപ്പ് കൊടുത്ത മതമാണ് ഇസ്ലാം. ആ നെഞ്ചകം തുളച്ച് ചാട്ടുളി എറിഞ്ഞ വഹ്ഷി റളിയല്ലാഹുവിനായ മതമാണ് ഇസ്ലാം. എന്ത് സംസ്കാരമാണ് ബാലുശ്ശേരി നിങ്ങൾക്കുള്ളത്? തുടർന്ന് അവർ പറയുന്നത് കേട്ടോളൂ. സ്വയം തരംതാന്ന് ഭൂമിയോളം താന്ന് അതിനപ്പുറത്ത് പാതാളത്തിൽ സത്യത്തെങ്കിലും നിറഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ച് ഓർത്താൽ മതി. മനസ്സിലായില്ലേ? നല്ല കിണറിന്ന് ഇങ്ങോട്ട് ചാടി സത്യത്തെങ്കിലാണ് തല മുങ്ങി നിൽക്കുന്നതെന്ന് ഓർത്താൽ മതി. മനസ്സിലായോ? വിശ്വത്തിൽ ഒരു സാധാരണക്കാരന്റെ മഹത്വം പോലും ഒരു പ്രബോധകൻ എന്ന നിലക്ക് നിനക്കില്ല. നേടാൻ കണ്ടില്ലേ ഇവരുടെ സംസ്കാരം? കണ്ടില്ലേ? എന്നെ 2012 വിസ്റ്റം ഉണ്ടാക്കുന്നതിന് മുമ്പ് പോലും ആ ജൂറയിൽ ഉൾപ്പെടുത്തി വളരെയധികം കൂട്ടിപ്പിടിച്ച് അകത്ത് നിന്നുകൊണ്ട് തന്നെ അനസ് മൗലവിക്കെതിരും കായക്കൊടിക്കെതിരിലും അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫിക്കെതിരിലും ഈ ജമിഅത്തുൽ ഉലമയുടെ കൂട്ടായ്മക്കെതിരിലും ശക്തമായി ഉള്ളിൽ തന്നെ തുരങ്കം വെക്കാൻ വേണ്ടി ഇത് സത്യസന്ധമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവരെന്നോട് പറഞ്ഞതനുസരിച്ച് പ്രഭാഷണം നടത്തിയ ആളാണ് ഞാൻ. അതിൻ്റെ പേരിലാണ് ഈ പ്രസ്ഥാനം കേരള മുജാഹിദിനെ ആദ്യമായി ഒഴിവാക്കിയത്. എന്നിട്ട് ഇവരുടെ കൂടെ തുടക്കം മുതലുണ്ടായി ഇവരുടെ മുഖാമുഖങ്ങളിൽ മുഖാമുഖങ്ങളിൽ ഡിസ്കഷൻ വേദികളിൽ, ദായി മീറ്റുകളിൽ, ദൗറകളിൽ, പ്രഭാഷണ വേദികളിൽ, അതുപോലെ തന്നെയുള്ള എല്ലാ മേഖലകളിലും സജീവമായി ഉണ്ടായിരുന്നു. എന്നെ അങ്ങേറ്റം കൂട്ടിപ്പിടിക്കുകയും ചെയ്തിരുന്ന ആളുകളാണ്. ഇപ്പോൾ ഞാൻ ഈ അനിസ്ലാമികതയാണ് ഇതിനകത്തുണ്ടായിരുന്നത് എന്നും ഈ അന്ധവിശ്വാസമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്നും ഇത് ആധുനിക കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് ഒരു എക്സിക്യൂട്ടീവ് മന്ത്രവാദ ചികിത്സാ സംവിധാനമാണ് വന്നിട്ടുള്ളത് എന്നും പറഞ്ഞപ്പോഴുള്ള അരിശമാണ് ഇയാൾക്ക്. കാരണം ജിന്ന് ചികിത്സാ കേന്ദ്രം കേരളത്തിൽ ഉണ്ടാക്കണമെന്ന് ആദ്യം പ്രസംഗിച്ച ആളാണ് മുജാഹിദ് ബാലുശ്ശേരി. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യമുണ്ടാവും.
പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു തുക ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ ജിന്ന് ചികിത്സാ കേന്ദ്രം പൂട്ടിയ അരിശം വേറെ ഉണ്ടാവും. എന്നിട്ട് പറയണം ഒരു സാധാരണ കുട്ടിയുടെ നിലവാരം പോലും ഇല്ല എന്ന്. ബാലുശ്ശേരി എന്തിന്? താങ്കൾ അല്ലല്ലോ, അള്ളാഹു അല്ലേ ഒരാളെ ഉയർത്തുന്നു താഴ്ത്തുന്നു. നിങ്ങൾ കുറേ ആളുകൾ എന്നെ ബഹുമാനിച്ചു എന്നുള്ള എന്ത് കാര്യം? ഒരുപാട് ആളുകൾ എന്നെ നിന്ദിച്ചു എന്നുള്ള എന്ത് കാര്യം? ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഞാനെങ്ങാനും വിഷ്ണത്തിൻ്റെ കൂടെ ഉണ്ടായ കാലത്ത് മരിച്ചാൽ നൂറുകണക്കിന് 10,000 ചിലപ്പോൾ വിഷ്ണത്തിൻ്റെ ആളുകൾ വന്ന് മയ്യത്ത് നമസ്കരിക്കും. പക്ഷേ ആ വിഷ്ണത്തിൽ ജിന്നുകളോട് പിശാചുക്കളോട് സഹായം തേടുന്നതിൽ ശിർക്കാകാത്തൊരു ഇനമുണ്ട്, വസീലത്ത് ശിർക്കുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനുള്ള തെളിവാണ് സൂറത്തുൽ അൻആമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ആ ശിർക്കൻ വിശ്വാസമുള്ള ആയിരങ്ങൾ മയ്യത്ത് സ്കെച്ചിൽ എന്താ കാര്യം? ഇപ്പം ഞാൻ പിന്നെ അൽഹംദുലില്ലാ അള്ളാഹനെ സ്തുതിക്കുകയാണ്. ഇപ്പം കേരള മുജാഹിദീനിലായതോടുകൂടി ഞാൻ മരിച്ചാൽ ഒന്നും തിരിയാവുന്ന കിട്ടിയിട്ടില്ലെങ്കിലും ഒരു പ്രഭാഷണത്തിന് വേദി കിട്ടിയില്ലെങ്കിലും നമുക്ക് ശുദ്ധമായ ശിർക്കില്ലാത്ത 40 ആളോ 100 ആളുകളെങ്കിലും മയ്യത്ത് നമസ്കരിക്കാനുണ്ടാകുമെന്ന ആശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെറുതാക്കി എന്നെ കാണണ്ട. അള്ളാഹു താല എനിക്ക് ഹിദായത്ത് നൽകും. ഞാൻ ആ വഴിയിലൂടെ തൗബ ചെയ്ത് മടങ്ങി. അതിന് നിങ്ങൾ അസൂയപ്പെട്ടൊരു കാര്യമില്ല. കഴിഞ്ഞിട്ടില്ല ഒരു കാലത്തും കേട്ടോ. നീ മാന്തുന്ന പോലെ മാന്താൻ ഞങ്ങൾ വിചാരിച്ചാലേ എന്റെ കുഞ്ഞുമോനെ ദുനിയാവിൽ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല നമുക്ക്. ഞങ്ങളൊക്കെ ഇത് മൂടിയൊക്കെ എന്തുകൊണ്ടറിയോ? പടച്ചോനെ പേടിച്ചിട്ടാ. പടച്ചോനെ പേടിച്ചിട്ട് മൂടിയൊക്കെ അല്ല വേണ്ടത്. സമുദായത്തെ ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ ഈ അബദ്ധ സഞ്ചാരത്തിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടത്. ഞാനതാ ചെയ്തത്. എന്നിട്ട് സിയാറ സ്കെച്ച് ഞാൻ ഫബയ്യനു വ്യക്തമാക്കി കൊടുക്കുക ചെയ്തത്. നിങ്ങളിപ്പോൾ പറയുന്നത് എന്താണ്? ഞങ്ങളിത് മൂടി വെക്കണത് എന്തുകൊണ്ടാണ് അറിയോ? നിൻ്റെ ജാഹിലിയ തുറക്കുന്ന പോലെ നീ തുറന്ന പോലെ ഞങ്ങൾ നിൻ്റെ ജീവിതം തുറക്കാൻ ഉദ്ദേശിച്ചാൽ ഒരാളെ ജാഹിലിയ ജീവിതമാണോ തുറക്കേണ്ടത്? ഇവിടെ ഞങ്ങളെ ജാഹിലിയ ജീവിതമാണ് തുറന്ന്. നിങ്ങൾ സ്കൂൾ പഠിച്ച കാലത്ത് ഇങ്ങനെ ചെയ്തിരുന്നു, കോളേജ് പഠിക്കുന്ന കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു അല്ലല്ലോ. ഒരു വിഷ്ടം പഠിപ്പിച്ച ഒരു പിഴച്ച വാദത്തിനെതിൽ ഐഡിയോളജിക്കെതിരാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തമ്മിൽ തെറ്റിയാൽ ഗുണ്ടായുസം കാണിക്കുന്ന 4 ആളുകളെ ഏർപ്പാടാണ് ബാലുശ്ശേരി. നിങ്ങൾ പറയരുത്. ഈ ഒരുമ്പട്ടിറങ്ങുകയാണോ? ഞങ്ങൾക്ക് ഒരൊറ്റ ദിവസം മതി. ഈ ഒരു കൊല്ലെടുക്കുന്ന പണി ഞങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് എടുത്താൽ മതി. എന്നെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരൊറ്റ കൊല്ലം കൊണ്ട് എടുക്കണ പോലെ ഒരു ദിവസം കൊണ്ട് ഞാൻ എടുത്തു. അതൊരു കൊല്ലമായി ഇപ്പോൾ അൽഹംദുലില്ലാഹ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യണം. ഇന്നും ഈ ഗ്രൂപ്പിലും ആയിരക്കണക്കിന് ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യണത്. അപ്പോൾ ഞാൻ ഒരു കൊല്ലം കൊണ്ട് എടുക്കുന്ന പണി ഒരു ദിവസം കൊണ്ട് എടുത്തു. നിങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് എടുക്കേണ്ട പണി. അതെന്താ ദിവസം കൊണ്ട് എടുക്കേണ്ട പണി? സാഹചര്യക്കാരുടെ വീട്ടിൽ പോലീസുകാരെ വിടുക, ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക, 4 ജയിലിലിടുക, എന്ത് ചെയ്യുക? 8 കൊല്ലം ജാമ്യമില്ല, അറസ്റ്റ് ചെയ്താൽ മതിയല്ലോ. എത്ര എളുപ്പമാണ്. നിങ്ങളെ കയ്യിൽ ഒരു തരിമ്പ് സത്യമോ ഞാൻ പറയുന്നത് വ്യാജമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന പണി ഒരു കൊല്ലം വലിച്ചു നീട്ടിയത് നിങ്ങളല്ല, ഞാനല്ല, നിങ്ങളാണ്. ഞാൻ ഒരു കൊല്ലം കൊണ്ട് ചെയ്യണം പറ്റും, ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്തു. അൽഹംദുലില്ലാ. അപ്പം അതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ജയിക്കാൻ നോക്കേണ്ട ബാലുശ്ശേരി. കേട്ടോ, അത് ജടിപ്പിക്കാണ്ടിരിക്കുന്ന എനിക്ക് നല്ലതാ. മൗനം തീക്ഷിച്ച് പോയിക്കോ, എവിടെയും ചേക്കേറിക്കോ, ദുനിയാവ് കിട്ടുന്ന എവിടെയും കയറിക്കോ. അതിന് വിരോധമൊന്നുമില്ല. ദുനിയാവേ ഉണ്ടാവുള്ളൂ, മനസ്സിലായില്ലേ? ചിലപ്പോൾ അതും ഉണ്ടാവില്ല, ആഹാരം തീരെ ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. നല്ല മുനാഫിക്കാണ്, ശരിക്കും ആലോചിച്ചോ. ഉണ്ടോ? അപ്പോൾ ഞാൻ നല്ല മുനാഫിക്കാണ്, നരകത്തിൻ്റെ അടിത്തട്ടുകാരനാണ്, ദുനിയാവ് മോഹിച്ചുകൊണ്ട് ചേക്കേറിക്കോന്ന്. അപ്പോൾ നിങ്ങൾ വിശ്വത്തിൻ്റെ കൂടെ ചേക്കേറിയ ദുനിയാവ് മോഹിച്ചിട്ടാണോ? ഞാൻ കേരളത്തിൽ മുജാഹിദിൽ നിന്ന് വിശ്വത്തിലേക്ക് പോകുന്ന ദുനിയാവ് മോഹിച്ചിട്ടല്ല. ആ നമ്മളെ നേതാക്കന്മാർ അന്ന് പറഞ്ഞതിന് സത്യസന്ധമാണെന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതിൽ ആത്മാർത്ഥമായി ക്ലിപ്പിട്ട് കൊടുത്തു, സംസാരിച്ചൊക്കെ അതിനാണ്. പക്ഷെ നിങ്ങൾക്ക് കാപട്യം ഉണ്ടായിരുന്നു എന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ തൗഹീദ് പറഞ്ഞ നിങ്ങളുടെ വീട്ടിനകത്ത് തന്നെ സിഹറിൻ്റെ തകിടുണ്ടായിരുന്നു എന്നും ആ തകിട് ബീബിത്ത കശ്മീരിലൂടെ ഓതി കത്തിച്ചു എന്നും പറഞ്ഞിട്ട് അജബായി നിങ്ങൾ അത് തിരുത്തി കൊടുക്കാതെ അതിനെ ലൈക്ക് ചെയ്തത് അല്ലേ? നിങ്ങളെ വാപ്പ നിങ്ങൾക്കിട്ട പേരെന്താ? മുജാഹിദ്. എപ്പോഴായിട്ടറിയോ? ഒരു സമസ്തക്കാരുമായി അള്ളാഹുവല്ലാത്തവർ വിളിച്ച് സഹായം തേടാൻ വേണ്ടി ആയത്തോതിയ സമസ്തക്കാരുടെ ഷിർക്കിൻ്റെ വാദങ്ങളെ തച്ച് തകർത്ത കാലത്ത് ആ സംവാദത്തിൽ നിന്ന് വീര്യം ഉൾക്കൊണ്ടിട്ട പേരാണ് മുജാഹിദ്. സത്യത്തിൽ വെള്ളിക്കോൽമ വെള്ളില്ല എന്ന് പറഞ്ഞ പോലായി. നെയ്യത്ത് ഒരു തരിമ്പ് നെയ്യില്ല, എന്നിട്ട് പേര് നെയ്യപ്പെന്നാ. അതുപോലെയായി ബാലുശ്ശേരി മുജാഹിദ് എന്ന നിങ്ങളുടെ പേര്. അതുകൊണ്ട് ഞാൻ നിങ്ങളെന്നെ മുജാഹിദിന് വിളിക്കൂല, ബാലുശ്ശേരി മൗലവിനെ വിളിക്കുള്ളൂ. കാരണം നെയ്യപ്പത്തുമ്പോൾ നെയ്യില്ലാത്ത പോലെ വെള്ളിക്കോലും വെള്ളിയില്ലാത്ത പോലെ എന്തിനാ മുജാഹിദ് എന്ന പേര്? നിങ്ങൾക്ക് അർഹതയില്ല. നിങ്ങൾ തൗബ ചെയ്യണം. എല്ലാവരും കൂട്ടമായി തൗബ ചെയ്ത് നിലപാട് നന്നാക്കണം. അല്ലാതെ നിങ്ങളെന്നെ മുനാഫിക്കെന്ന് വിളിച്ചാലും കണ്ടമർന്ന് വിളിച്ചാലും എൻ്റെ നാശത്തിന് വേണ്ടി ദുആ ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ സഹായം എനിക്കുണ്ടാകും, ഈ മുഅ്മിനീങ്ങളുടെ ദുആ എനിക്കുണ്ടാകും, മലായിക്കത്തുകളുടെ ദുആ ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് ലഅനത്തും ഉണ്ടാകും. അതാണ് എനിക്ക് പറയാനുള്ളത്. ആരാ ചെടുക്കേ? ആരാ ഭീഷണിപ്പെടുത്തുന്നത്? ടി കെ അഷ്റഫ് പ്രസംഗിക്കൂല, ബാക്കിയുള്ള ഇങ്ങോട്ട് പ്രസംഗിക്കൂല.
ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദി ഉണ്ടാകുക ഇനിയാണ്. കാരണം നീ എന്ന ഇബിലീസിനെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾക്ക് കുറച്ച് വേദി ആവശ്യമുണ്ട്. എരന്ന് വാങ്ങുകയാണ് നീ, എല്ലാം എരന്ന് വാങ്ങുകയാണ്. ആ എരന്ന് വാങ്ങല് നീ എരന്ന് വാങ്ങിക്കോ. അധികം ഡയലോഗ് അടിക്കണ്ട. ഒന്ന് വേഗതയിൽ നടക്കാൻ പോലും ശേഷിയില്ല എന്നുള്ള ഓർത്തോളുണ്ടോ? നല്ലോണം ഓർത്തോളം ഉണ്ടോ? ഇജി ഞങ്ങളെ വല്ലാണ്ട് പ്രകോപിതനാക്കണ്ട. ഞങ്ങൾക്ക് നല്ലതല്ല. തോട്ടെ ആരാ അപ്പോൾ മാർക്കറ്റുകളിലൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ തന്നെ കുടിച്ച് 4 കാലുമ്മൽ വീലായി സംസാരിക്കുന്ന ചില അങ്ങാടി കസർത്ത് മദ്യലഹരിയിലകപ്പെട്ട ചില ആൾക്കാരുടെ സ്വഭാവം, എടാ പോടാ വാടാ എന്നൊക്കെ പറയണ മാതിരി. എന്താ അപ്പോൾ അതൊക്കെ സംസ്കാരം? ഇവരൊക്കെ കുടുംബജീവിതം ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആളുകൾ, ഇവരാണോ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ? ഇവരാണോ പ്രോഫ്കോണിലൊക്കെ നിന്നിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാർ? അപ്പോൾ പുറത്തൊരു സംസ്കാരം, അകത്തൊരു സംസ്കാരം. അപ്പോൾ യഥാർത്ഥത്തിൽ മുനാഫിക്കിൻ്റെ സ്വഭാവം ആരിലാണ്? നിങ്ങളിലാണുള്ളത്. ഈ ശിർക്കൻ വിശ്വാസത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. ഒന്നടങ്കം 2011 6 മാസം മുതൽ ഞങ്ങൾ പഴിച്ചിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ സാഹചര്യങ്ങാടി പറഞ്ഞോടുകൂടി കാര്യം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങളിതാ തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ കഴിയാവുന്ന ഒരു കാര്യത്തെ ഈ രൂപത്തിലൊക്കെ പോയി അവസാനം നിങ്ങളുടെ സംസ്കാരം ജനങ്ങൾ അറിയാൻ തുടങ്ങി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാനും ഇത് സംസാരം തുടങ്ങിയപ്പോൾ നിങ്ങൾ ഇടപെട്ടതല്ലേ? നിങ്ങൾ ഇടപെട്ട് വാട്സപ്പിലൂടെ ഞാനുമായിട്ട് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് സത്യം വെളിപ്പെടുത്തിക്കൂടെ? എന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നൂടെ? അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞൂടെ? എന്നോട് ഇങ്ങനെ വിളിച്ച് തെറി പറയാൻ എന്തിനാ മൊജാ ബാലുശ്ശേരി? ഇതിന്നും ജനങ്ങൾ കേൾക്കല്ലേ? അപ്പൊ ഞമ്മക്കൊന്നും ഇത് കേൾക്കുമ്പോൾ ഒരു പുത്തിരിയില്ല. കാരണം എന്താ, ഇതിനേക്കാളും വലുതും അവന്റെ തൊള്ളി കൂടെ വരുന്നത് നമ്മളതിനെ കേട്ടതാണ്. അതാണ് സൂര്യ ഉസ്താദും പറയുന്നത്. കേട്ടോളൂ. അദ്ദേഹത്തിന്റെ ഭൂതകാല പ്രഭാഷണങ്ങളിൽ ഒന്നാണ് സമസ്തക്കാര് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന. അപ്പൊ അദ്ദേഹം പറയുന്നത് മുഖ്യധാര മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിൽ ക്ഷീണമുണ്ടാകുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു പരിഹാസമുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഈ ഇടപെടലിനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരും എതിർക്കാറില്ല. അത്തരത്തിൽ പലതിലും ഇടപെടുന്ന രാഷ്ട്രീയക്കാർ പോലും ഒന്നും മിണ്ടാറില്ല, മൗനികളാണ്. അതങ്ങനെ തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുകയാണ്. സംഭവിച്ചിടത്തോളം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം നമ്മുടെ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ മൗനമാണ്. സുന്നിയേതര സംഘടനകളുണ്ടല്ലോ, അവരുടെ മൗനം എന്താണ്? ഈ പ്രഭാഷണം മുജാഹിദ് ബാലുശ്ശേരിയുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു മുസ്ലിയാർ, ഒരു മുസ്ലിം പണ്ഡിതൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആദർശ പ്രഭാഷകൻ, ഒരു സംഘടനയുടെ പ്രവർത്തകനാണ് നടത്തിയതെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആക്ഷേപം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടി വരുന്ന പ്രയോഗം ഇതാണ്: മുസ്ലിം ഉമ്മത്ത് അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉമ്മത്ത് സ്നേഹമില്ലാത്ത കപടന്മാർ, മുനാഫിഖീങ്ങൾ, ഇസ്ലാമിനെ ഒറ്റ കൊടുക്കുന്നവരാണ് എന്ന് ആ തലപ്പാവുധാരിയെ, അല്ലെങ്കിൽ ആ പണ്ഡിതനെ, അല്ലെങ്കിൽ ആ ഒരു പ്രഭാഷകനെ അത്രത്തോളം ആക്ഷേപിക്കും. ഇവിടെ എന്താ പലരും മൗനം പാലിക്കുന്നത്? അതങ്ങനെയാണ്. നമ്മുടെ ഭൂതകാലത്തിലേക്കൊന്ന് പോയാൽ അതൊക്കെ നമുക്ക് മനസ്സിലാവും. കേരളത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്ന പ്രഭാഷണത്തെ ഉമ്മത്തുങ്ക സ്നേഹം പറഞ്ഞ് അതിനോട് വിയോജിക്കുന്നതിൻ്റെ അത്രയും തന്നെ മുസ്ലിം പണ്ഡിതന്മാരെ പറയുമ്പോൾ, പ്രത്യേകിച്ച് സമസ്ത കേരളത്തിലെ മുഖ്യധാര മുസ്ലിമുകളെ സമസ്തക്കാരെ പറയുമ്പോൾ അത്രയും വികാരം വ്രണപ്പെടാറില്ല. ഇനി ഞാൻ എനിക്ക് പറയാനുള്ളത്, വളരെ സ്നേഹത്തോട് പറയാനുള്ളത്, അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിയാർ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വരും. പക്ഷെ ഇതിനേക്കാളും വിഷം ചീറ്റുന്ന അനവധി വാചകങ്ങൾ മുജാഹിദുകളെ കുറിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് മറുപക്ഷത്തുള്ള ആലിമീങ്ങൾ, പണ്ഡിതന്മാര്, പല പ്രവർത്തകന്മാരും. അതിനൊന്നും മാന്യമായ രൂപത്തിലുള്ള ഇടപെടൽ നിങ്ങളുടെ സമസ്ത AP, EK, ദക്ഷിണ സംസ്ഥാന പോലെയുള്ള ഒന്നിൽ നിന്നും വന്നിട്ടില്ല എന്നത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് താങ്കൾ ചിലപ്പോൾ എതിർത്തെന്ന് വരാം. പക്ഷെ ഉമ്മത്ത് മുസ്ലിം എന്ന ഒരു സൊസൈറ്റി, ആ ഒരു കാഴ്ചപ്പാടിൽ നിലനിൽക്കുന്ന നമുക്കൊക്കെ അത്തരത്തിലുള്ള ഇടപെടലുകൾ, അത്തരത്തിലുള്ള സംസാരങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സംസാരങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഞാനും ഈ വിഷയത്തിൽ നിങ്ങളുടെ വോയിസും ബാലുശ്ശേരിയുടെ വോയിസും കേൾപ്പിച്ചുകൊണ്ട് തന്നെ ഇടപെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തീവ്രത ചവച്ചു തുപ്പുന്ന, ഈ പക്വതയില്ലാത്ത, ഈ എല്ലില്ലാത്ത നാവ് അത് അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം ഫിത്തനക്കും ഫസാദിനും വേണ്ടി ഉപയോഗിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരിയോട്, അല്ലെങ്കിൽ ബാലുശ്ശേരി മൗലവിയോട് ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇത്
പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വേദിയിൽ ഓഡിയൻസായി ഇരിക്കുന്ന പല വിശ്വത്തിന്റെ ആളുകളുടെ ഭാര്യമാര് അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബക്കാരായ അളിയന്മാര്, അമ്മാവന്മാര്, പല ജ്യേഷ്ഠാനുജന്മാരും ഇപ്പോഴും സമസ്തയിലെ മെമ്പർമാരാണ്. അവരിപ്പോഴും അവരുടെ കൂടെ ആ സമസ്തയിലെ പല ആചാര അനുഷ്ഠാനങ്ങളിലും അറിഞ്ഞും അറിയാതെയും പങ്കുചേരുന്നവരാണ്. അപ്പോ നീ ഈ ലോകത്ത് കഴിഞ്ഞുപോയ കുഫറും ശിർക്കുമുള്ള എല്ലാ ജനതയെക്കാളും ഏറ്റവും വലിയ ഫിറൗനും ഹാമാനേക്കാളും ഒക്കെ മോശപ്പെട്ട വിഭാഗമാണ് സമസ്തക്കാരെന്ന് നീ അടച്ചാക്ഷേപിക്കുമ്പോൾ നിന്റെ സദസ്സിലിരിക്കുന്ന വിശ്വത്തിന്റെ ആളുകളുടെ കുടുംബങ്ങളിൽ പോലും പലരും എന്താണ് ആ സമസ്ത എന്ന സൊസൈറ്റിയുടെ കൂടെയാണ്. അപ്പോ അവര് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയണ്ടേ ഇവനോട് എന്ത്? ഇനി മേലാൽ നീ പറഞ്ഞത് പറഞ്ഞു, ഇനി മേലാൽ പറഞ്ഞാൽ ഞങ്ങളുടെ കൈ നിന്റെ ചള്ളന്റെ മുഖത്ത് വീകുന്നു പറയണം. അത് പറയാൻ ഒരൊറ്റ മനുഷ്യന് നട്ടലില്ല, ഒരാൾക്കും നട്ടലില്ല. കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതം എന്നതുപോലെ വിശ്വത്തിന്റെ പുരോഹിതന്മാർ പറഞ്ഞാൽ വിശ്വത്തിന്റെ കുഞ്ഞാടുകൾക്ക് അത് മതമായി മാറിയിരിക്കുകയാണ്. അത് എന്ത് ശിർക്കൻ വിശ്വാസം, കുഫ്രൻ വിശ്വാസം, ഈ പറഞ്ഞ വിദാത്തിന്റെ വിശ്വാസം, തോന്നിയാസായാലും ഒക്കെ അവര് അതിന് തക്ബീർ തൊഴിലാളികളെ പോലെ അതിന് എന്ത് ചെയ്യാണ്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് ഇത് ഇറങ്ങിയിട്ട് ഇപ്പോഴും പോലും ഇവന്റെ വീഡിയോസുകൾ പലതും ഇതേ പ്രഭാഷണത്തിൽ തന്നെ പ്രചരിപ്പിക്കുന്നവർ ഈ അവിവേകം സംസാരിച്ച ബാലുശ്ശേരി എന്തുകൊണ്ട് തിരുത്തിയതായ ഒരു വീഡിയോ ഇറക്കുന്നില്ല? ഇയാളുടെ ഒരു അഞ്ജനുണ്ടല്ലോ, വിദേശ മുഫ്തി ഇസ്ലാം ബാലുശ്ശേരി, ആരെങ്കിലും എവിടെങ്കിലും ഒന്ന് തുമ്മിയ അപ്പ വീഡിയോ ഇറക്കുന്ന ആള് എന്തേടോ താങ്കൾ ഇറക്കാത്തത്? ഒന്ന് പ്രതികരിക്ക്. പൊന്നാര വിശ്വത്തിന്റെ ആളുകളെ, നിങ്ങൾ ഈ രൂപത്തിൽ പടിയടച്ച് പിണ്ടം വെച്ച് അവരെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിച്ച് ഈ അബൂജഹലിനെക്കാളും ഉത്ബത്തിനെക്കാളും ഷൈബത്തിനെക്കാളും ഫിറഔനെക്കാളും ഹാമാനെക്കാളും നമ്രൂദിനെക്കാളും ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ മുശ്രിക്കുകളെക്കാളും മോശമാണ് സമസ്ത എന്നാണ് നീ പറയുന്നത്. അതിലെ ഏതെങ്കിലും ചില വ്യക്തികളെ വെച്ചുകൊണ്ട് പറഞ്ഞാൽ പോലും അത് ശരിയല്ല, എങ്കിൽ പോലും നമുക്ക് അത് അങ്ങനെ ആശ്വസിക്കാമായിരുന്നു. നീ അതിൽ മൊത്തത്തിലാണ് പറഞ്ഞത്. എത്ര നല്ല നല്ല മനുഷ്യന്മാര്, ജീവിത വിശുദ്ധിയുള്ളവരും, ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഖുറാഫാത്താണ്, ഞങ്ങൾ വൈകി പോകാറില്ല, ഞങ്ങളതിൽ പങ്കെടുക്കാറില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന എത്ര നൂറുകണക്കിന് സമസ്തക്കാരുണ്ട്. അള്ളാഹിനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്ന, മരിച്ചുപോയ ഒരു മഹാത്മാക്കളോട് ഇസ്തിഗാസ ചെയ്യാത്ത, റാത്തീബിനും ഖുതുബിയത്തിനും അദ്ദാദിനും മൗലീദിനും ഒന്നും പോകാത്ത, എന്നാൽ ആ സമസ്ത മഹലിൽ അംഗമായി മെമ്പർഷിപ്പ് എടുത്ത് അവിടെ അങ്ങനെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അത് ഞാൻ പറഞ്ഞ നീ പ്രസംഗിക്കുന്ന നിന്റെ വേദിയിരിക്കുന്ന വിശ്വത്തിന്റെ കുടുംബങ്ങൾ വരെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്ത് നിലപാടാണ് അവരോട് കാഴ്ചവെക്കേണ്ടത്? തീരെ അന്തം തലച്ചോറും ഇല്ലേ? ലക്കുലഗാനും ഇല്ലേ? ഉൾപ്പോ ഔസീനൊന്നും ഇല്ലേ? അള്ളാഹു തആല മധുരമായ ശബ്ദവും ഒരു നീണ്ട നാവും തന്നാൽ എന്ത് വിളിച്ചു പറയാനാണോ? എന്താ നീ മനസ്സിലാക്കിയത്? ഒരു കാര്യം ആലോചിച്ചാൽ പോരെ സുന്നി സഹോദരങ്ങൾ, എല്ലാവരോടും ഞാൻ പറയണം. 924 രൂപീകരിച്ച ജംഇയ്യത്തുൽ ഉലമ 100 വർഷം പിന്നിട്ടു. ഈ മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളക്കരയിൽ രൂപീകരിക്കപ്പെടുമ്പോൾ ഇവിടെ മറുപക്ഷത്തുള്ളവരാണ് മുഴുവനും അപ്പുറത്ത്. പിന്നീട് അവര് ഖുർആൻ സുന്നത്തും കേട്ട് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആദർശം മനസ്സിലാക്കി പാരമ്പര്യ അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കി അങ്ങനെ കുടുംബമായി കൂട്ടമായി പെരുകി വലിയൊരു വിഭാഗമായി മാറിയതാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം. ആണോ അല്ലേ? ആണ്. അന്ന് മുതൽ ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു സമസ്തക്കാരനോട് പോയി കുളിച്ച് ഷഹാദത്തിലുമ ചൊല്ലിയിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറയലുണ്ടോ? ബാലുശ്ശേരി മൗലവി ഉണ്ടോ? വിശ്വത്തിന്റെ നേതാക്കന്മാരെ, നിങ്ങളെ വിശ്വത്തിലേക്ക് ഇനി ആരെങ്കിലും വന്നാൽ അറിയാതെ പൊട്ടുമുളൽ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? മഹാത്മാക്കളോട് ഇസ്തിഗാസ ചെയ്യൽ ജായിസാണ്, പുണ്യകർമ്മമാണ്. അപ്പുറത്ത് അയ്യും ആദറുമായ ശൈത്താനോട് ഒരാൾ ഭൗതികമായ സഹായം തേടി അതിന് ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത്. അപ്പോ വിശ്വാസരംഗത്ത് സമസ്തക്കാർക്ക് ശിർക്കുണ്ടെങ്കിൽ വിശ്വാസരംഗത്ത് വിശ്വത്തിന് ശിർക്കുണ്ട്. അപ്പൊ സത്യത്തിൽ ഒരാൾ ഒരു കുഴിയിൽ നിന്ന് കൊക്കയിലേക്കാണ് വരിക. അതായത് വിശ്വം എന്ന കൊക്കയിലേക്ക് സമസ്ത എന്ന കുഴിയിൽ നിന്ന് വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. അപ്പൊ രണ്ടും രക്ഷപ്പെട്ട് കേരളത്തിൽ വിചാരിക്കുന്ന മാതൃപ്രസ്ഥാനത്തിലേക്ക് വന്നാലോ അൽഹംദുലില്ലാഹ് പ്രശ്നമില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ കൂട്ടത്തിൽ അഥവാ സമസ്തക്കാരനാ നിന്ന് ഈ വിശ്വത്തിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരുത്തനോട് നിങ്ങൾ ഷഹാദത്തിലുമ ചൊല്ലിക്കലുണ്ടോ?
ഇല്ല. പിന്നെ എന്തിനാണ് ഈ മുൻകഴിഞ്ഞു പോയ ഏറ്റവും വലാലത്തായി അള്ള പേരെടുത്തു പറഞ്ഞ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ട പലതരത്തിലുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് ഈ മുസ്ലിം സൊസൈറ്റിയിലെ സമസ്തയിലെ ആളുകളെ നിങ്ങൾ എന്തിനാ ഉൾപ്പെടുത്തുന്നത്? അതിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി വാദിക്കുന്നവരുണ്ട്. മുജാഹിദുകൾ കണ്ടാൽ 7 വട്ടം കഴുകണം എന്ന് പറയുന്നവരുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ നീ നിന്റെ നാവ് കൊണ്ട് സമസ്ത എന്ന സൊസൈറ്റിയെ മൊത്തത്തിലാണ് പറഞ്ഞത്. അത് പാടില്ലാത്തതാണ്. ലാ തജ്രിമന്നക്കും ശഅാന ഖൗമി അലാ അല്ലാ തഅദിലു ഇദ്ലു അഖ്റബു ലിത്തഖ്വ. 5-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതാണ്, ഒരു ജനവിഭാഗത്തോടുള്ള അമർഷം കൊണ്ട് ഒരിക്കലും അവിവേകം കാണിക്കരുത്, അവരോട് അരുതാത്തത് പറയരുത്, ചെയ്യരുത്. അതുണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് തിരുത്താൻ വേണ്ടി പറയണം, ഇതിനൊരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ പറയാണ്. ഇനി അൻസാരി ഉസ്താദ് പറയുന്ന ബാക്കി കേട്ടോളൂ നിങ്ങൾ. ഞാൻ മുജാഹിദ് ബാലുശ്ശേരി സാറിനോട് ഒരു കാര്യം പറയാണ്, ഈ വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ. ബാലുശ്ശേരി സാർ പറഞ്ഞല്ലോ, ഫിറൂനേക്കാളും ഹാമാനേക്കാളും കാറൂനേക്കാളും ഒക്കെ കുഫർ കനം തൂങ്ങുന്നത് കേരളത്തിലെ സുന്നി മുസ്ലിയാക്കന്മാരുടേതാണ്. മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന ആ വർത്താനം അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എൻ്റെ ഒരു സ്വാഭാവികമായ സംശയമാണ്. എന്നെങ്കിലും നിങ്ങൾ ഇതിന് മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞാൽ മതി. ആദരവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാചകമാണ്, ഒരു മനുഷ്യൻ്റെ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖൽ ജന്ന, അവൻ സ്വർഗത്തിലാണ് എന്നുള്ളതാണ്. അതായത് ഒരാൾ മുവഹിദായി ജീവിച്ചു എന്നതിൻ്റെ പ്രതിഫലനമാണ് അയാൾ അന്ത്യനിമിഷം കെലിമ ചൊല്ലാൻ കഴിയുക എന്നുള്ളത്. അങ്ങനെ ഒരാൾ കെലിമ ചൊല്ലിയാൽ അതിൻ്റെ അർത്ഥം അല്ല ഏത് തരം നമുക്ക് ഇഷ്ടപ്പെടാത്തതാകട്ടെ ഇഷ്ടപ്പെടുന്നതാകട്ടെ ഏത് തരം പ്രവൃത്തിയിൽ ജീവിച്ച ആളാണെങ്കിലും അയാൾ കെലിമ ചൊല്ലുന്നുണ്ടോ അതിൻ്റെ അടയാളം, ആ പ്രതിഫലനം അയാൾ മുവഹിദാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. 87-ാമത്തെ വയസ്സിലാണ് സമീപകാലത്ത് മരണപ്പെട്ടു പോയ ചേലക്കുളം അബുൽ ബുഷ്റ മൗലവി, കേരളത്തിൽ ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തുള്ള ചേലക്കുളം അബുൽ ബുഷ്റ മൗലവി മരണപ്പെടുന്ന സന്ദർഭം തൻ്റെ ശിഷ്യഗണങ്ങളെയെല്ലാം സമീപത്തേക്ക് വിളിക്കുന്നു, ബുർദ ചൊല്ലാൻ അവിടുന്ന് നിർദ്ദേശിക്കുന്നു. ബുറുദ ചൊല്ലി ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ ബുറുദ ചൊല്ലിയ കുട്ടിക്ക് വ്യാകരണത്തിൽ എന്തോ ഒരു അബദ്ധം പറ്റുന്നു. ചിന്തിക്കണം, 87 വയസ്സ് പിന്നിട്ട സ്വാത്വികനായ ഒരു മനുഷ്യൻ, വയോവൃദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹം സക്രാത്തിൻ്റെ ഹാലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ആ വരി തിരുത്തി കൊടുക്കുന്നു. ശേഷം ബുറുദയുടെ ഒരു ഭാഗം എത്തുമ്പോൾ ലാ ഹൗല ചൊല്ലുന്നു, എന്നിട്ട് വിരൽ ചൂണ്ടിയിട്ട് ദാ വരുന്നു എന്ന് പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചൈസ്രം ഉറക്കെ ചൊല്ലി മരിക്കുന്നു. 100 കണക്കിന് സമീപത്തുള്ള ആളുകൾ സാക്ഷികളാകുന്നു. ഇങ്ങനെയൊക്കെ മരണപ്പെട്ട മനുഷ്യർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് മുശ്രിക്കിനും മുവഹിദിനും ഒക്കെ കലിമത്തു ഷഹാദ ചൊല്ലാൻ കഴിയുമോ? ഒരാളങ്ങനെ ഷഹാദ് കലിമ ചൊല്ലിയാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അയാൾ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചു എന്നുള്ളതല്ലേ? ഇതിൽ നിന്ന് സൂരി ഉസ്താദ് പിന്നീട് ചോദിക്കുന്നത്, ഏതായാലും ഈ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ മാറ്റി വെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്? മൻ ഖാല ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അയാള് വ്യക്തമായി ചൊല്ലിക്കൊണ്ട് ആണ് മരിച്ചതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അത് ഒരു തൗഹീദുള്ള മനുഷ്യന്റെ കൃത്യമായ വിജയത്തിന് അഥവാ അവൻ സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ചു എന്നതിന്റെ തെളിവാണ് അയാൾ ലാ ഇലാഹ ചൊല്ലി മരിച്ചു എന്നുള്ളത് എന്നാണ് താങ്കൾ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ഒരാൾക്ക് തൗഫീക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അത് ചൊല്ലി മരിച്ചവരൊക്കെ പൂർണ്ണമായും ഹിസാബില്ലാതെ അല്ലെങ്കിൽ നരകത്തിൽ കടക്കാതെ പിന്നെ നേരാണ് സ്വർഗത്ത് പ്രവേശിക്കും എന്ന് പറയാൻ പറ്റുമോ ഉസ്താദെ? ഇല്ല. മാത്രമല്ല അയാൾ തൗഹീദിലായിരുന്നു എന്ന് പൂർണ്ണമായിട്ടും പറയാൻ നിങ്ങൾ കൊണ്ടുവന്നൊരു ഉദാഹരണം എന്താ? ചേലക്കര ഉസ്താദ്, അനവധി ശിഷ്യന്മാരുടെ ഉസ്താദ് 87-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ ബുർദ ചൊല്ലിയിരുന്നു എന്നാണ്. ബുർദ ചൊല്ലിയപ്പോൾ ഒരു ഹർഫ് തെറ്റിയപ്പോ അതുവരെ അദ്ദേഹം തിരുത്തി കൊടുത്തു. മരിക്കുന്ന മനുഷ്യന്റെ അടുത്ത് ബുർദ ചൊല്ലുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വഹാബത്തിന്റെയോ അല്ലെങ്കിൽ താബികളുടെയോ ഒരു പരിപാടിയൊന്നുമല്ല. ഈ ബുർദ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് തന്റെ കാമുകയെ ഓർത്തുകൊണ്ട് ഒരാള് പറഞ്ഞ ഒരു പ്രേമകാവ്യം അല്ലേ? അമിൻ തദക്കുരിജി റാനിം ബിദി സലമി മാസജതദം അൻജറാമിൻ മുഖലത്തിൻ ബിദമി കംഹബ്ബത്തിൻ ദീഹുമിൻ തിൽഖാഉ ഖാലിമതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദീസലമിലുള്ള കാമുകയെ ഓർത്തുകൊണ്ട് കാമുകി വിരഹത്താൽ
ദുഃഖിതനായി പാടിയ ഈ ബുർദയാണോ മരിക്കുന്നതിന് മുമ്പ് ആസ്വദിക്കാൻ ചെല്ലേണ്ടത്? യഖിനും ഔത്താക്കും സൂറത്ത് യാസീൻ, മരണമാസന്നമായവന്റെ അടുക്കൽ നിങ്ങൾ യാസീൻ ഓതി കൊടുക്കൂ എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, ലഈഫ ഹദീസാണ്. എന്നാൽ ഖുർആൻ മരണമാസന്നമായി കിടക്കുന്നവന് ഓതി കേൾപ്പിച്ചു കൊടുക്കാം മരിക്കുന്നതിന് മുമ്പ് എന്നത് വ്യക്തമായി പറഞ്ഞ കാര്യമല്ലേ? അതിനേക്കാളും വലിയൊരു ആസ്വാദനാണ് ബുർദ. അപ്പൊ അത് ചേലക്കളം മൗലവി ഉസ്താദ് ഓദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത്രയ്ക്ക് അറിവുള്ള മനുഷ്യനാണെങ്കിൽ ഇങ്ങനത്തെ ജഹാലത്ത് ചെയ്യോ? ഇല്ല. അപ്പൊ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ നിലവാരം നമുക്കറിയില്ല. നമ്മൾ കുറ്റം പറയല്ല. പിന്നെ താങ്കൾ പറഞ്ഞു ഇതിന് മറുപടി കിട്ടണം. എന്ത്? ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അയാള് തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചു എന്നതിന്റെ തെളിവാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി മുങ്ങിച്ചാകുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? ഫിർഔൻ ആ സമയത്ത് വിളിച്ചു പറഞ്ഞു, എന്ത്? മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അല്ലേ? അവനല്ലാതെ ഇലാഹില്ല എന്ന് ഫിർഔൻ പ്രഖ്യാപിച്ചിട്ടാ മരിച്ചത്. ഷാ ഫിർഔനും അവന്റെ അനുയായികളും രാവും വൈകുന്നേരവും നരകം കണ്ടുകൊണ്ട് കിടക്കുന്നു ബർസഖിൽ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് വ്യക്തമായി എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം എന്നാണ്. നാവുകൊണ്ട് ഉച്ചരിച്ച് മരിച്ചു പോയാൽ മാത്രം രക്ഷപ്പെടില്ല. അതൊരു അധര പ്രഖ്യാപനമോ അധര വ്യായാമമോ അല്ല, മറിച്ച് ഒരു മഹത്തായ ആദർശമാണ്. അത് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിപ്പെടുത്തണം എന്ന് നിങ്ങളല്ലേ മദ്രസയിൽ ഷഹാദത്ത് കലിമയുടെ താരീഫ് പറയാറില്ലേ? അല്ലേ? നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ഹൃദയം കൊണ്ട് സാക്ഷ്യം വഹിക്കണം, നാവ് കൊണ്ട് പറയും വേണം, അമൽ അത് കൃത്യമായി വേണം. പക്ഷേ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ പറഞ്ഞു എന്ത്? ഖുതുബിയത്തും റാത്തീബും മൗലീദും അദ്ദാദുകളും ഒക്കെ നിർവഹിക്കുന്ന ആളുകളാണ് സമസ്തക്കാരായ ആളുകൾ. അതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി അടുത്ത പ്രഭാഷണത്തിലെങ്കിലും ഇതിന് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ബാലുശ്ശേരി, ഈ ലോകത്തുള്ള മുഖ്യധാര മുസ്ലിമീങ്ങളെ മുഴുവൻ ശിർക്കും കുഫറുമാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം എന്തായിരുന്നു? അത് ഞാൻ ഈ സമൂഹത്തെ ഒന്ന് കേൾപ്പിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു കേന്നമുകാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് കേന്നമുകാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. വേദനിച്ചല്ലേ? ബാലുശ്ശേരിക്ക് വേദനിച്ച് ബാലുശ്ശേരി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ബാലുശ്ശേരിയുടെ അതേ ആശയം കൊണ്ട് നടന്ന, ഒരു കാലത്ത് ബാലുശ്ശേരിയുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച, കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരേ ഒരു കൂട്ടം മനുഷ്യരുടെ അവസ്ഥയെ പറയുന്നത്. അവർ തന്നെ ബാലുശ്ശേരി മുശ്രിക്കാണെന്നും ബാലുശ്ശേരി കുഫറിലാണ് എന്നും അവർ പറഞ്ഞപ്പോൾ ബാലുശ്ശേരിക്ക് നൊന്തു. ഞങ്ങളെ സംബന്ധിച്ചുള്ള തെല്ലും വേദനയില്ല. ബാലുശ്ശേരി ഇതും ഇതിനപ്പുറം പറഞ്ഞാലും ഞങ്ങൾക്ക് തെല്ലും വേദനയില്ല. ബാലുശ്ശേരി അങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ, ഞങ്ങളുടെ വിശ്വാസത്തിന്, ഞങ്ങളുടെ ആദർശത്തിന് കൂടുതൽ തിളക്കം കൂടുന്നത്. അതുകൊണ്ട് ബാലുശ്ശേരി ഇന്ന് തുടരണം. ബാലുശ്ശേരിയുടെ ഈ ഭാഷയാണ് സത്യത്തിൽ ബാലുശ്ശേരി ഉൾക്കൊള്ളുന്ന ആദർശം ശരിയല്ല എന്ന് 100% ബോധ്യപ്പെടുന്നത്. കാരണം നിങ്ങൾ ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദ് മരണത്തോട് മല്ലടിച്ച് കിടന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ വാചകം എന്താണ്? അതും കൂടി ഇവിടെ കേൾപ്പിക്കാം. കുയ്യിലേക്ക് കാലം നീട്ടി ഒരൊറ്റ കൊടുത്താൽ നാളെ മരിച്ച് കുയ്യിൽ വേണ്ട മനുഷ്യനാണ്. എന്നിട്ടും നുണയും പറഞ്ഞ് ഒരു ഉളുപ്പില്ലാതെ ഇരുന്നിട്ട് മരിച്ച് ജീവിച്ചതാണ്, മരിച്ചിട്ട് ജീവിച്ചതാണ്. മലക്കുൽ മൗത്ത് വന്നങ്ങ് തിരിച്ചു പോയിട്ട് നന്നാകണേ, നന്നായി. ഇസ്രായേൽ വന്ന് തിരിച്ചു പോയപ്പം ഓട്ടോറിക്ഷ പിടിച്ചു കൊടുത്തത് ഇയാളാണ്. ബാലുശ്ശേരിയാണ് ഓട്ടോറിക്ഷ പിടിച്ചു കൊടുത്തത്. ഇങ്ങനെയൊക്കെ ഒരു ശത്രുവിനോട് പോലും ഇത്തരത്തിലൊരു വാക്ക് പ്രയോഗം നടത്താൻ പാടില്ലെങ്കിൽ, അതുകൊണ്ട് ബാലുശ്ശേരി അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒരു കെലിമ ചൊല്ലാൻ ഒരു മുഅ്മിനായ മനുഷ്യനെ സാധിക്കൂ. അങ്ങനെ കെലിമ ചൊല്ലിയത് കേവലം ചേലക്കുളം അബുൽ ബുസ്റ മൗലവി പോലെ സ്വാത്വികരായ പണ്ഡിതർ മാത്രമല്ല, നമ്മുടെയൊക്കെ നാട്ടും പ്രദേശങ്ങളിലുള്ള മൗലിദും റാത്തീബും കുത്തുബിയത്തിനും ഒക്കെ പങ്കെടുത്ത് അനേകായിരം മനുഷ്യർ മരണപ്പെടുമ്പോൾ അതിന് സാക്ഷി നിന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരോടൊക്കെ ചോദിക്കുക, കെലിമ ഇട്ട് ദിക്കുറക്കെ കേൾക്കുന്ന രൂപത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലി മരിച്ച സ്വാത്വികരായ പാവങ്ങളായ പണ്ഡിതന്മാരില്ലാത്ത പാമരന്മാരായ എത്രയോ മനുഷ്യർ മരണപ്പെട്ടു പോയി. അവർ മൗലിദിന് പങ്കെടുത്തവരാണ്, റാത്തീബിന് പങ്കെടുത്തവരാണ്, അവർ കുത്തുബിയത്തിന് പങ്കെടുത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ പറയണം, ഈ കെലിമത്തു ഷഹാദ മുസ്ലിമിനും മുശ്രിക്കിനും മുവഹിദിനും ഒക്കെ ചെല്ലാൻ കഴിയും. അത് അല്ലാഹു തആലയാണ് പിന്നീട് അത് നോക്കി പ്രതിഫലം കൊടുക്കുന്നത് നിങ്ങൾ പറയണം. ആ ഹദീസിന്റെ വ്യാഖ്യാനം നിങ്ങൾ പറയണം. അതിൻ്റെ ഒരു സംശയമാണ്. ആ സംശയം ഇവിടെ നിലനിർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. എങ്കിൽ ഈ ഖുതുബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? 1000 വട്ടം മൊയ്‌ദി ശേഖനെ വിളിക്കാൻ വേണ്ടി ഈ തിരുവനന്തപുരത്തിനപ്പുറത്തുള്ള എന്താണ് തമിഴ്നാട്ടുകാരനായ കായൽ പട്ടണത്തുള്ള സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. അല്ലേ?
സദഖത്തുല്ലാഹിൽ ഗാഹിരി എന്നൊരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. അപ്പോ ആ മനുഷ്യനെ പറ്റി ഇ കെ അബൂബക്കർ മുസ്ലിയാർ ചെർളയിലെ വാദപ്രതിവാദത്തിൽ പതിയോട് പറഞ്ഞെന്താ ഞാൻ പറയണ്ടല്ലോ അല്ലേ? അപ്പൊ ആ പതി അബ്ദുൽ ഖാദർ മുസ്ലിം പിന്നെ ആ കുത്തുബിയത്തിന്റെ നിർമ്മാതാവായ പിന്നെ സദഖത്തുല്ലാഹിൽ ഗാഹിരി രചിച്ച കുത്തുബിയത്തിൽ എന്താ ഉള്ളത്? عزما بهمته صرما لغفوته عجبته مسرعا من أجل دعوته فليده يا عبد القادر محي الدين. 1000 വട്ടം ഒറ്റയ്ക്ക് ഇഖ്ലാസോടുകൂടി മൊഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹിയെ വിളിക്കണം എന്നാണ് അല്ലേ? എന്തൊക്കെയാണ് മൊഹീദ്ദീൻ ഷേഖിനോട് പറയുന്നത്? وعدني من مريدي نهجك الأقوم ومن نبذك عبدا طاعيا ندوم وصرف هذه صراطا أنت سالكه والله أعتاكه فأنت مالكه ونجه من لظى فيها مهالكه سلطان كل ولي المحي الدين. മൊയ്തീൻ ഷേഖെ, അങ്ങയുടെ ഖാദിരിയ ത്വരീഖത്തിൽ മെമ്പറായി എനിക്ക് താങ്കൾ എന്ത് ചെയ്യണം? ഒരു മുരീദാകാൻ മെമ്പർഷിപ്പ് തരണം. മരിച്ചുപോയ മൊയ്തീൻ ഷേഖിനോട് പറയാണ്, താങ്കൾ സഞ്ചരിച്ച സാലിക്കായ മാർഗത്തിൽ എനിക്ക് ഹിദായത്ത് നൽകണം. ആരാ ഹിദായത്തിന് അധിപൻ? മാലിക് യൗമിദ്ദീൻ, അള്ളാഹുവാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം അള്ളാഹുവാണ് ചോദിക്കേണ്ടത്. അത് ഷേഖ് ജീലാനിയോട് ചോദിക്കുകയാണ്. നളായെന്ന നരകത്തെ ഞങ്ങൾ രക്ഷപ്പെടുന്ന മൊഹീദ്ദീൻ ഷേഖ് എന്ന് ചോദിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ അല്ലേ? ഈ അള്ളാഹു തആലക്ക് മാത്രമായി നൽകേണ്ട ഈ സഹായത്തേട്ടം, റബ്ബിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട ഈ ദുആ, ഇത് മഹാത്മാക്കൾക്ക് നിർവഹിച്ചിട്ട് അതിന് ഇസ്തിഗാസ എന്ന ഓമന പേരിട്ട് ആ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ആ യഥാർത്ഥ ദുആഇന്റെ പരിധിയിൽ വരുന്ന ഇബാദത്തായ ഇസ്തിഗാസ, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുന്ന സഹായത്തേട്ടം, സഹായഭ്യർത്ഥന, അതും ഇസ്തിഗാസയാണ് ഭാഷാപരമായി. പക്ഷെ ഇവിടെ ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. മനുഷ്യനെ തൊട്ട് തികച്ചും അഭൗതികമാണ് ആത്മാവുകൾ, മരണപ്പെട്ടു പോയ ആളുകളുടെ ആത്മാവുകൾ, ജിന്ന്, മലക്ക്. അപ്പൊ അവരോടൊക്കെ വെളിച്ചം ചോദിച്ചാലും, അവരോട് എനിക്കൊന്ന് വഴി കാണിച്ചു തരുമെന്ന് സഹായം തേടിയാലും, അതേപോലെ തന്നെ ഈ ആത്മാവുകളോട് സഹായം തേടിയാലും അതെല്ലാം മുത്തലക്കൻ ശിർക്കാണ്. ഒമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശറ നാസു കാനൂ ലഹും അഅദാ വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ. സൂറത്തുൽ അഹ്കാഫ് 5-6 ആയത്തിലൂടെ അല്ലാഹു പറയാണ്, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് ദുആ ചെയ്തവനേക്കാൾ വഴിപിഴച്ചവൻ മറ്റാരാണുള്ളത്? ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ വിളിച്ചു തേടിയാലും ഉത്തരം കിട്ടാത്തവരോട് തേടുന്നവനേക്കാൾ. മാത്രമല്ല, ഈ മഹത്തുക്കളും ആളുകളൊക്കെ നാളെ ആഖിറത്തിൽ വരുമ്പോ ഈ ജിന്നുകളും മലക്കുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ മഹാത്മാക്കളും എല്ലാം എന്തിനേറെ തഫ്സീറിൽ പറഞ്ഞു, ഇവർ വിളിച്ചാരാധിക്കുന്ന കല്ലും മരങ്ങൾക്ക് വരെ അള്ളാഹു ജമാദാത്തുകൾക്ക് വരെ ജീവനടിച്ചുകൊണ്ട് അവർ വരെ സംസാരിക്കും. അവരെല്ലാം എന്ത് ചെയ്യും? ഇവരുടെ ഈ ആരാധനയെ, നേർച്ചകളെ, വഴിപാടുകളെ, ഇസ്തിഹാസയെ ശക്തമായി വിമർശിക്കുമെന്നാണ്. അവരാരും ഷഫാത്തിന് കൂടെ ഉണ്ടാവൂല. അപ്പൊ കടുത്ത ശിർക്കാണ് അത്. ഈ ഖുതുബിയത്ത് മൗലിദികളിലൂടെ കടന്നു വരുന്നുണ്ട്. അതിനെ എങ്ങനെ സൂര്യസ്ഥാനങ്ങൾ ന്യായീകരിക്കും? ഇതെല്ലാം ചെല്ലിയ ഒരു മനുഷ്യനാണെങ്കിൽ അയാള് മരിക്കുമ്പോൾ നല്ല തെളിഞ്ഞ ബുദ്ധി ഓർമ്മയിൽ ലായിലാല ചെല്ലി എന്നത് കൊണ്ട് മാത്രം അയാൾ എങ്ങനെ സ്വർഗത്തിൽ പോകും? ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരാളെ ബാഹ്യമായ കാഴ്ചപ്പാട് നോക്കിയിട്ട് നമുക്ക് അയാൾ സ്വർഗത്തിലോ നരകത്തിലോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞതനുസരിച്ച് ഈ സമസ്തയുടെ പാരമ്പര്യമായി അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാരമ്പര്യ ആചാരാനുഷ്ഠാനങ്ങൾ പലതും ബിദ്അത്തും ശിർക്കും തന്നെയാണ്, സംശയമൊന്നുമില്ല. അതിന് നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നസീഹത്തോടുകൂടി പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിന് ഇത്തരത്തിലുള്ള വൈകാരികത നിറഞ്ഞ അപക്വത നിറഞ്ഞ ഇത്തരത്തിലുള്ള തോന്നിയാസം വിളിച്ചു പറയാൻ പാടില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. അത് വാലിശ്ശേരി ചെയ്ത തെറ്റാണ്. വിസ്ഡം വിഭാഗം അതിന് വേദി കൊടുത്ത തെറ്റാണ്. ഒന്നുകിൽ അവനെ പ്രഭാഷണം നിങ്ങൾ പിൻവലിക്കണം. ഇത് ഒരു തവണ അല്ല, 100 കണക്കിന് അനുഭവങ്ങളാണ്. അല്ലെങ്കിൽ അവനെ എന്ത് ചെയ്യണം? കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തണം. ഇനി അവൻ തന്നെ തൗബ ചെയ്ത് അവന്റെ തൗബ ചെയ്യും, പിന്നെ അപ്പുറത്തെ വേദിയിൽ വീണ്ടും പറയും. കാരണം ഇവനെ സംബന്ധിച്ചിടത്തോളം അവൻ മൈക്കിന് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഓനക്ക് തന്നെ അറിയില്ല. കാരണം എന്താ? പിശാചിന് വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ്. അവൻ ശൈത്താൻ രക്തധമനികൾ ഓടുന്ന റസൂല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവന്റെ ചിന്തകളിലും സംസാരങ്ങളിലും ആംഗ്യങ്ങളിലും ചേഷ്ടകളിലും ഒക്കെ എന്ത് ചെയ്യും? ശൈത്താൻ പല ചിന്തകൾ ഇട്ടുകൊടുക്കും. അതുകൊണ്ടാണ് ഖുർആനില് കോളയും പെപ്സിയും ഹറാമാണെന്ന് പറഞ്ഞ ആയത്തുണ്ട്. പ്രൊഫഷണൽ കോളേജിലെ കുട്ടികളുടെ മുമ്പിൽ പച്ച നുണ പറഞ്ഞത്.
ഖുർആനിലെ ആയത്തുണ്ട് അത്രേ. എന്നിട്ട് അത് അബദ്ധമാണ് തിരുത്തിയെന്നും പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഉരുണ്ട് കൂടി ന്യായീകരിക്കുകയാണ്. അവ തൗബ ചെയ്യുക, വിനയത്തോടുകൂടി നിലപാടുകൾ തിരുത്തുക എന്നത് ഒരിക്കലും ഇവർക്കില്ല. കാരണം കിബർ ആരുടെ സിമ്പലാ? ഇബ്ലീസിന്റെ സിമ്പൽ. മാ മനക്കല്ല തസ്ജുദ് അമർത്തക്, എന്തുകൊണ്ടാണ് ആദമിന്റെ മുമ്പിൽ നീ സുജൂദ് ചെയ്യാത്തതെന്ന് ഇബ്ലീസിനോട് ചോദിച്ചപ്പോ സുജൂദ് ആരാധനയാണ്, ഇബാദത്താണ്, അള്ളാഹ്ക്ക് മാത്രമെന്ന് പറഞ്ഞിട്ടല്ല, മറിച്ച് കിബറാണ്. കാലാന ഖൈറുമിനും, ഞാൻ ഓനക്കാളും വലിയോന. അപ്പൊ അനാനിയത്താണ് ഇവർക്കുള്ളത്. ബത്റുൽ ഹക്കി വഹംതുന്നാസ്, പറഞ്ഞോനെ ചെറുതാക്കി കാണുക, സത്യത്തെ തള്ള. ഈ കിബറുകൾ നിർത്തിയാലേ നിങ്ങൾക്ക് ഈ നിന്നതിന് കഴിച്ചിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സുഹരി ഉസ്താദിനോടും സമസ്തയിലെ മുഴുവൻ ആലിമീങ്ങളോടും മുഴുവൻ അനുയായികളോടും ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇതൊരിക്കലും അംഗീകരിക്കുന്നില്ല. ഇത് തികച്ചും അവിവേകമാണ്. മാത്രമല്ല, താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെയുള്ള സംഘപരിവാറിന്റെ ആളുകൾ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾക്കെതിരായി ഉപയോഗപ്പെടുത്തുന്നത് ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ വീഡിയോസുകളാണെന്ന് പറഞ്ഞാൽ അത് സംശയമില്ല. തൗഹീദ് പ്രബോധന രംഗത്ത് ഒരു കീറാമുട്ടിയായി ഇവനെ പോലെ ഫൈസൽ മുസ്ലിയാരെ പോലെയുള്ള ആളുകളുടെ ക്ലിപ്പുകളാണ് അധികം ഉപയോഗിക്കുന്നത്. പിന്നെ എന്റെ ക്ലിപ്പുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് ചില ആളുകൾ ഇഷ്ടംകാരെ കണ്ണീര് വയ്ക്കാണ്ട്. നിങ്ങൾ കണ്ണീര് വയ്ക്കിയിട്ട് കാര്യമല്ല. കാരണം ഈ അനിസ്ലാമിക ചികിത്സാ രീതികൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും അതിനു വേണ്ടി റാക്കിമാരെന്ന പേരിൽ ചികിത്സകന്മാരുണ്ടാക്കുകയും അത് വീട് വിടാൻ ചികിത്സിക്കുകയും ചെയ്ത കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞതാ. അത് തെളിവുള്ള അല്ലെങ്കിൽ പ്രമാണവിരുദ്ധമാണെങ്കിൽ അത് പ്രമാണവിരുദ്ധമല്ല. ഞങ്ങൾക്ക് മൊത്തത്തിൽ അബദ്ധം പറ്റിപ്പോയി, സാഹചര്യങ്ങൾ തോപ ചെയ്ത പോലെ ഞങ്ങൾ തോപ ചെയ്യുന്നു പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ചികിത്സകളെല്ലാം ന്യായീകരിക്കണം തെളിവിന്റെ അടിസ്ഥാനത്തിൽ. ഞങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ സമൂഹത്തിലെ നന്മമരമായ വിഷ്ടത്തിന്റെ കൊമ്പുകൾ ചില്ലകൾ വെട്ടി എന്റെ മുരട് മാന്തി എന്ന് പറയണ്ട. നിങ്ങൾ നന്മമരമല്ല. ഒരു നാൾ ചോദിച്ചു, എന്താ ഇപ്പൊ വിഷ്ടത്തിന് തകരാറ്? ഒരു നല്ല ഉഷാറല്ലേ, താടിയും തൊപ്പിയും ദാവത്തും എല്ലാ സോഷ്യൽ മീഡിയ സാമൂഹിക സാംസ്കാരിക മേഖലയിലൊക്കെ ഇടപെട്ട് സംസാരിക്കുന്നവരും നല്ല ടീമാണല്ലോ. ഞാൻ പറഞ്ഞു, നല്ല ടീമാണ്, കാണാൻ ഭംഗിയും ചൊറുക്കും പ്രബോധനമൊക്കെ ഉഷാറാണ്. പക്ഷെ അത് ഏതുപോലെയാണ്? നല്ല ഭംഗിയുള്ള ഇംഗ്ലീഷ്കാരെ കുട്ടികളെ പോലെ നല്ല ചോന്ന തുടുത്ത കളറും പൂച്ചക്കണ്ണും ഒക്കെ ഉള്ള നല്ലൊരു കുട്ടിനെ ഒളിച്ചു മാറ്റി നല്ല ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്തു. പക്ഷെ പമ്പേഴ്സിൽ എന്തിട്ടുണ്ട്? അപ്പിട്ടിട്ടുണ്ട്. ആ പമ്പേഴ്സിൽ അറിഞ്ഞു നിൽക്കുന്ന അപ്പിണ്ടാകുമ്പോ പിന്നെ ആരെങ്കിലും എടുത്ത് നാറ്റുമോ? ആരെങ്കിലും എടുത്ത് മടിയിൽ വെക്കുമോ? ആരെങ്കിലും കൊണ്ടുനടക്കോ? ഇല്ല. അതാണ് ഇവർക്കുള്ള പ്രശ്നം. ഇവരെ ആ കുട്ടിയുടെ വസ്ത്രത്തിൽ അവരെ ചേഷ്ടയിലൊക്കെ ഉഷാറാണ്. പക്ഷെ എന്താണ് പമ്പേഴ്സിന് ഈ മാലിന്യം ഉള്ളതുപോലെ നിങ്ങളെ മുഖത്ത് നിങ്ങളെ പ്രവർത്തനത്തിൽ എത്ര ഹൈറുണ്ടായിരിക്കും അറിയില്ല, നിങ്ങളെ മൂട്ടിൽ ശിർക്കാകുന്ന ഈ വൃത്തികെട്ട നജസ്സുണ്ട്. ജിന്ന് പിശാചുക്കളോട് തേടിയാൽ ശിർക്കാകാത്ത ഇനമുണ്ട് എന്ന് പറഞ്ഞോടുകൂടി നിങ്ങളെ ദഅവത്ത് പോയി, ആദർശം പോയി. നിങ്ങൾ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തതോടെ കഴിഞ്ഞു. ശിർക്കിന് ഫലമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. ശിർക്ക് ചെയ്തവർക്കും അള്ളാഹു ചിലപ്പോൾ എന്ത് ചെയ്യും? ഉപകാരം ചെയ്യുന്നു പറഞ്ഞു. നിങ്ങൾ എന്തെല്ലാം അബദ്ധങ്ങൾ നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും സമസ്തക്കാരുടെ തൗഹീദിനെ വിമർശിക്കാൻ ഒരർഹതയില്ല. നിങ്ങൾ അതൊക്കെ എവിടെ നടത്തിയാലും ഉമറാങ്ങ പോലെ നിങ്ങളെ വ്യതിയാനത്തെ കുറിച്ച് അവർ തിരിച്ചു പറഞ്ഞുകൂടി എന്ന് മനസ്സുഖാവും. പക്ഷെ ഇവിടെ കേരളത്തിൽ മുജാഹിദ് എന്ന പാരമ്പര്യ പ്രസ്ഥാനം, ഈ തറവാട്ടിൽ നിന്നാണ് എല്ലാ വ്യതിയാന കക്ഷികളും പോയത്. സമസ്ത പോയത് ഇതാണ്, ജമാഅത്തെ ഇസ്ലാമി പോയത് ഇതാണ്, CN പോയത് ഇതാണ്, ചേകന്നൂർ പോയത് ഇതാണ്, മർക്കസ് ദഅവക്കാർ പോയത്, വിസ്റ്റംകാർ പോയതൊക്കെ ഇതാണ്. ഈ തറവാട് ഇന്നും വ്യക്തമായില്ല. തസാലു ത്വായിഫത്തൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാ. അത് നിലക്കും ഇവിടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൈകാരിക ജീവികളെ, ഇത്തരത്തിൽ അപക്വമായി ഇടപെടുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയുക. ഇതൊരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല, മുജാഹിദ് നേതാക്കന്മാർ പഠിപ്പിച്ചതല്ല, ഇസ്ലാമിന്റെ ശൈലിയല്ല. അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിക്ക്, വീട്ടിൽ ലാത്തയുടെയും ഉസ്സയുടെയും വിഗ്രഹം വെച്ച് ആരാധിക്കുന്ന മുനാഫിക്ക്, ഈ മുനാഫിക്ക് മുസ്ലിം റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിട്ട് ഇവൻ മുനാഫിക്കാണെന്നും ഇവൻ നരകത്തിന്റെ അടിത്തട്ടിലാണെന്നും ഇവൻ അടുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ഒരു സംരംഭങ്ങളിൽ നിന്ന് പോലും ഒഴിവാക്കിയിട്ടില്ല. ഞാൻ പഠിച്ചത് ശരിയാണെങ്കിൽ തെറ്റിനെ തിരുത്തി തരണം. അദ്ദേഹത്തിന്റെ മകൻ ഇസ്ലാം സ്വീകരിച്ചു. ആ ബാപ്പ മരിച്ചപ്പം എന്റെ ബാപ്പയുടെ ശരീരം പൊതിയാൻ താങ്കളുടെ വസ്ത്രം തരണം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു എന്നാണ്. മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പടങ്കിയിൽ ഒരു പടങ്കി ജൂതന്റെ വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി പണയം വെച്ചിരുന്നു. ആലോചിച്ചു, ഹംസ റളിയല്ലാഹു നെഞ്ചകം പിളർത്തി കരൾ കടിച്ചു തുപ്പിയ എന്തിന് ചാട്ടുള്ളി എറിഞ്ഞ് വഹ്ശിക്ക് മാപ്പ് കൊടുത്ത മതാണ് ഇസ്ലാം. മക്കം ഫതഹിന്റെ ദിവസത്തിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി അദ്ദേഹം ആ കൊടി ഉയർത്തിയിട്ട് പറഞ്ഞു, ഇന്ന് രക്തം ചിന്തുന്ന ദിവസമാണ്, പകരത്തിന് പകരം വീടുന്ന ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പതാക വാങ്ങി പ്രായമുള്ള ഒരാൾക്ക് കൊടുത്തു. ഓനടുത്ത് കൊടുക്കാൻ പറ്റൂല. ഒരു കൂട്ടം ഉറുമ്പുകൾ പോകുമ്പോൾ അവിടെ തീയിട്ട് നശിപ്പിച്ച് കണ്ട് റസൂലുള്ളാഹി വേദനിച്ചു. അങ്ങനത്തെ നബിന്റെ അനുയായികളാണ് ഞങ്ങളെന്ന് നാട് നിങ്ങളെ പറയാ.
ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മറ്റുള്ള മതക്കാർക്കും വളരെയധികം സൗമ്യമായ പ്രബോധനം നിർവഹിക്കുന്നു മുജാബ് ബാലുശ്ശേരി ഇതേ പ്രസംഗത്തിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇത്രയും സഹിഷ്ണുതയുള്ള ഈ മതം ഇത് പ്രബോധനം ചെയ്യുന്ന മുജാഹിദ് ബാലുശ്ശേരി മറ്റുള്ള മതസ്ഥരോടുള്ള സൗഹാർദ്ദത്തെക്കുറിച്ചും അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള നസീഹത്തും സമസ്ത വിഭാഗത്തോടും കാണിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ ശിർക്ക് വിദ്യാർത്ഥികൾക്കെതിരെ മാലമൊഴുതുകളും പാടി പറഞ്ഞ് ദഅവത്ത് നടത്താറുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഒരു നസീഹത്ത് വേണം, ഒരു പക്വത വേണം. അവിടെയെല്ലാം അവർ ഹിദായത്തിലാകണമെന്ന ആഗ്രഹം വേണം. അല്ലാതെ ഒരു തരം വൈകാരിക ജീവിയായി ഒരു തരം വെറുപ്പിന്റെ സന്ദേശം അത് കൊടുക്കരുത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സുഹരി ഉസ്താദിനെ പോലുള്ള ആളുകൾ സോഷ്യൽ മീഡിയ ഇറങ്ങിക്കൊണ്ട് പ്രതികരിക്കുന്നത്. ഇത് മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യും. അതുകൊണ്ട് വിശ്വത്തിന്റെ നേതാക്കന്മാരോട് പറയുകയാണെന്ത്, നിങ്ങളെ കൂട്ടത്തിൽ വിവേകമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ ഒന്നുകിൽ നിയന്ത്രിക്കുക. ഇനി അതല്ല, ഈ ചങ്ങായിക്ക് വല്ല ഡിപ്രഷനോ മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ചികിത്സിക്കുക, അല്ലെങ്കിൽ ഓനൊന്ന് തൗബ ചെയ്ത് മടങ്ങി ഒന്ന് നിയന്ത്രണം ഏർപ്പെടുത്തി, അല്ലെങ്കിൽ പ്രഭാഷകനെ പിൻവലിക്കുക. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇനിയും പ്രതികരിക്കേണ്ടി വരും. അല്ലാഹു തആല കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനും സത്യസന്ധമായി ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.